ഉണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഈ സബ്സ്ക്രിപ്ഷന്റെ ഒരു വലിയ കാര്യം കൊണ്ടാണ്. ഇത് ഒരു ടെലിഗ്രാം ചാനൽ വഴി സർക്കുലേറ്റ് ആയി അത് ഒത്തിരി പേര് കണ്ട് ആ കുട്ടിയുടെ ഫാമിലിയിലൊക്കെ അറിയിച്ച് വലിയ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെ ഇങ്ങനെ ഒരു കോണ്ടന്റ് എവിടെയും പോസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ലീക്ക് ആവപ്പെട്ടു എന്നുള്ളത് ഒരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈയിടെയായിട്ട് ഇൻസ്റ്റാ കമന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇൻഫ്ലുവൻസേഴ്സിന്റെ അല്ലെങ്കിൽ സാധാരണ പിള്ളേരുടെ ഫോട്ടോസിലൊക്കെ പോയിട്ട് ഭയങ്കര വൾഗർ. എല്ലാവർക്കും നമ്മുടെ ഒരു പുതിയയിലേക്ക് സ്വാഗതം കേട്ടോന്നേ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ ഒരു വീഡിയോ എന്ന് പറഞ്ഞാൽ ശരിക്കും നിങ്ങൾ ഇത് കേൾക്കേണ്ട ഒരു കാര്യമാണ് ഇതിനകത്ത് പറയുന്ന മൊത്തം കാര്യം. എന്ന് വെച്ചാൽ നമ്മുടെ വീടുകളിൽ ഒരു പക്ഷേ ഇനി വരുന്ന നമുക്ക് പറയാം പുതിയ തലമുറ നമ്മൾ ഒരുപാട് പേര് ഇങ്ങനെ ഓരോ കാര്യങ്ങളിലും പറയാറുണ്ട്. അപ്പം അതിനൊക്കെ അവരും ഒക്കെ അറിഞ്ഞിരിക്കേണ്ട ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ളൊരു കാര്യമാണ് ഇന്നത്തെ വീഡിയോ പറയുന്നത്. അതിലേറെ നിങ്ങൾ ഈ ഒരു വീഡിയോ കാണുമ്പോഴത്തേക്കും നിങ്ങളൊന്ന് ലൈക്ക് ചെയ്യുവാണെങ്കിൽ അത് മറ്റുള്ളവരിലേക്കും കൂടി എത്തും. അതുപോലെ കമൻറ്റ് ചെയ്യും, ഹൈപ്പ് ഒക്കെ ചെയ്താൽ ഈ ഒരു കാര്യം മറ്റുള്ളവർക്ക്, ഞാൻ ഇത്രയും നാൾ വീഡിയോ ചെയ്തിട്ട് ഇങ്ങനെ ഒരു കാര്യം ഞാൻ വീഡിയോ തുടങ്ങുന്നതിന് മുമ്പ് പറഞ്ഞിട്ടില്ല. നിങ്ങൾ ലൈക്ക് ചെയ്താൽ മറ്റുള്ളവർക്ക് എത്തുന്നു അല്ലെങ്കിൽ ഹൈപ്പ് ചെയ്ത കാര്യം ഈ ഒരു കാര്യം കേട്ട് കഴിഞ്ഞപ്പോഴത്തേക്കുണ്ടല്ലോ അത്രയ്ക്ക് ഒരു ടെൻഷനോട് കൂടിയാണ് നമ്മൾ ഈ ഒരു കാര്യം കേട്ടുമ്പോൾ നമുക്ക് മനസ്സിൽ ഭയങ്കര ടെൻഷനാണ് വരുന്നത്. കാര്യം ഇന്നത്തെ തലമുറയിലേക്ക് ഇന്നത്തെ തലമുറ മാത്രമല്ല കേട്ടോ, ഈ കുറേ എണ്ണങ്ങൾ കിടന്ന് കാണിച്ച് കൂട്ടുന്നതിൻ്റെയാണ് ഇനി വരുന്ന തലമുറയും കൂടെ അനുഭവിക്കാൻ പോകുന്നതേ ഉള്ളൂ. അതുപോലുള്ള തോന്നിവാസങ്ങളാണ്. എനിക്കറിയത്തില്ല, ഇപ്പോൾ ഈ ഇൻസ്റ്റയിലോട്ട് കയറി കഴിഞ്ഞാൽ അതിനകത്ത് കാണിച്ചുകൊടുന്ന പേക്കൂത്തുകൾ കണ്ടു കഴിഞ്ഞിട്ടുണ്ടല്ലോ നമുക്ക് അറപ്പാണ് തോന്നുന്നത്. ഇതൊക്കെ കാണുമ്പോഴത്തേക്ക് ഇവർക്ക് ഇത് എങ്ങോട്ടാണ് പോകുന്നതെന്ന് നമുക്ക് മനസ്സിലാകുന്നില്ല. ആ കൂടെ ഈ ഒരു സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞൊരു സംഭവം കൂടെ അങ്ങോട്ട് തുടങ്ങി കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ എല്ലാം അതിൽ നിന്ന് എന്തൊക്കെയോ അങ്ങ് നേടി എന്നെ നേടുന്നെന്ന് എനിക്ക് മനസ്സിലാകുന്നില്ല. നിങ്ങളൊക്കെ എടുക്കുന്ന ഈ വീഡിയോസ് മിക്കതും അതെ, ഭാര്യ ഭർത്താവിന് എടുത്തു കൊടുക്കുന്നു, ഭർത്താവ് ഭാര്യയുടെ എടുത്തു കൊടുക്കുന്നു, അല്ല സ്വന്തമായിട്ട് എടുക്കുന്നു, ഫ്രണ്ട്സ് എടുത്തു കൊടുക്കുന്നു. ഇങ്ങനെ ഇതെല്ലാം വൃത്തികേടുകളാണ്. സ്വന്തമായിട്ട് എടുക്കുന്നതെല്ലാം കാണിക്കുന്നത് തുണി ഉരിഞ്ഞ് അവിടെ ഇവിടെയൊക്കെ കാണിച്ചാണ് ചെയ്യുന്നത്. ഇത് അന്നേരം നിങ്ങൾക്ക് കിട്ടുന്ന പൈസയും അന്നേരം കിട്ടുന്ന നിങ്ങളുടെ ലാഭം മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. ഈ എടുക്കുന്ന വീഡിയോസ് എല്ലാം നിങ്ങൾക്കൊരു തോന്നുന്നുണ്ട് ഇതിനകത്ത് വന്നിട്ട് കാണുന്നവരെല്ലാം പുണ്യാളന്മാരാന്നുള്ള ചിന്തയാണ് നിങ്ങളങ്ങ് ചെയ്യുന്നത്. കാര്യം എന്നു വെച്ചാൽ അവർ ഇതിനകത്ത് മാത്രം കണ്ടാൽ അങ്ങ് പോകുന്നതാണ് നിങ്ങളുടെ ധാരണ. ഒരിക്കലുമല്ല. ഇതിൽ നിങ്ങളുടെ വീഡിയോസ് കാണുന്നത് ഒരുപാട് സൈറ്റിൽ നിന്നുള്ള ഒരുപാട് ആൾക്കാരുണ്ട്. ഈ ടെലിഗ്രാം പോലുള്ള സൈറ്റിൽ നിന്നുള്ള ആൾക്കാർ ഇതിനകത്ത് പെയ്ഡ് ചെയ്ത് കയറുന്നുണ്ട്. നിങ്ങളുടെ വീഡിയോസ് അവരത് എടുക്കുന്നുണ്ട്. അതിനകത്തുനിന്ന് എടുത്ത് വെച്ച് മറ്റ് സൈറ്റുകളിൽ കൊണ്ട് ഇത് വിൽക്കുകയാണ് ചെയ്യുന്നത്. ഇത് വിറ്റ് കഴിയുമ്പോൾ കാണിക്കുന്ന പരിപാടി എന്നായിരിക്കുന്നത് കുറച്ച് നാൾ കഴിയുമ്പോൾ നിങ്ങളിതെല്ലാം കഴിഞ്ഞ് കുറേ കഴിയുമ്പോൾ നിങ്ങളുടെ ഏജും ഒക്കെ ഒരുതായി നിങ്ങളൊരു മൂലയ്ക്ക് കുത്തിയിരിക്കാറാകുമ്പോഴത്തേക്കായിരിക്കും നിങ്ങളുടെ മക്കളൊരു ജീവിതമൊക്കെ തുടങ്ങുന്നത്. ആ ജീവിതം തുടങ്ങുന്ന സമയത്തായിരിക്കും ഏതെങ്കിലുമൊക്കെ ഒരു സൈറ്റിൽ നിന്നോ എവിടെന്നെങ്കിലുമൊക്കെ ഇത് കുത്തിപ്പൊക്കിക്കൊണ്ട് വരുന്നത്. അങ്ങനെ ഈ കൊണ്ടുവരുമ്പോഴത്തേക്ക് ഒരുപക്ഷെ നിങ്ങളുടെ കൊച്ചുമക്കളായിരിക്കും ഇതെടുത്തുകൊണ്ട് വരുന്നത്. കാണുമ്പോൾ തന്നെ മുത്തശ്ശിയുടെ ഈ വീഡിയോസൊക്കെ കാണുന്ന കൊച്ചുമക്കൾ അല്ലെങ്കിൽ മക്കൾ അവർക്കുണ്ടാകുന്ന നാണക്കെടുകളെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നില്ല. നിങ്ങൾക്ക് ഇപ്പോഴത്തെ നിലനിൽപ്പ്, ഇപ്പോൾ പൈസ ഉണ്ടാക്കുക, ഇപ്പോൾ അടിച്ചു പൊളിച്ച് ജീവിക്കുക, അത് മാത്രമേ നിങ്ങൾ ചിന്തിക്കുന്നുള്ളൂ. നാളെ പറ്റി നിങ്ങൾ ചിന്തിക്കുന്നേ ഇല്ല. നിമിഷയൊക്കെ കാണിക്കുന്നത് കണ്ടു കഴിഞ്ഞുണ്ടല്ലോ, ഞാൻ ആ ഒരു പേര് പറയണ്ടെന്ന് പോലും വിചാരിച്ചാണ്, പക്ഷെ പറയാതിരിക്കാൻ പറ്റത്തില്ല. നിമിഷം കാണിക്കുന്നത് അവർക്ക് 2 കുട്ടികളാണ് സ്കൂളിൽ പഠിക്കുന്നുള്ളത്. ആ കുഞ്ഞുങ്ങൾ സ്കൂളിൽ പോവുകയും അവർ പറയുന്ന ഇതൊന്നൊരു വിഷയമല്ല എന്നുള്ളതാണ്. പക്ഷേ ഇത് നിങ്ങൾക്കറിയത്തില്ല, നിങ്ങൾക്ക് പിന്നീട് വരുന്ന പ്രശ്നങ്ങൾ എന്നാന്നുള്ളൂ. ഇപ്പോൾ പറയായിരിക്കും നീ എന്നെ ഉപദേശിക്കേണ്ടടി എന്ന് പറയായിരിക്കും. ഞാൻ ഉപദേശിക്കുന്നൊന്നുമല്ല. എപ്പോഴെങ്കിലും ആരെങ്കിലുമൊക്കെ എന്തെങ്കിലുമൊക്കെ ഒന്ന് പറയുമ്പോൾ അതൊന്ന് കേൾക്കാനുള്ള മനസ്സ് ആരെങ്കിലുമൊക്കെ കാണിച്ചാൽ കുറേയൊക്കെ ഇതൊക്കെ ഒന്ന് കൺട്രോൾ ചെയ്ത് ഈ ഇൻസ്റ്റയിൽ ഈ ഒരു സബ് തുടങ്ങിയേക്കുന്നത്, ഈ പെയ്ഡ് സബ്ബായിട്ട് തുടങ്ങിയേക്കുന്നത് നിങ്ങൾക്കറിയാൻ വേണ്ടി നല്ല കാര്യങ്ങൾക്ക് ഒരുപാട് പേര് അത് ഉപയോഗിക്കുന്നുണ്ട്. അവർക്കും കൂടി അത് ഉപയോഗിക്കാൻ മേലാത്ത അവസ്ഥയാവുന്നുണ്ട്. അവർക്കൂടെ ഉപയോഗിക്കാൻ മേലാത്ത അവസ്ഥയാണ്. അതിനകത്ത് വന്നിച്ച് അവരോട് ഓരോ നെഗറ്റീവ്. അതുപോലെ തന്നെ നിങ്ങൾ കണ്ടിട്ടുണ്ടെന്ന് എനിക്ക് അറിയത്തില്ല, മിക്കവരും കണ്ടിട്ടുണ്ടാകാനാണ് സാധ്യത. ഈ ഫേസ്ബുക്ക് ഉപയോഗിക്കുന്നവർ എല്ലാവരും ഒന്നുമില്ല, യൂട്യൂബ് ഉപയോഗിക്കുന്നവർ ഈ ഫേസ്ബുക്കിലോട്ട് നിങ്ങളൊന്ന് കയറി നോക്കണം. എന്നാ വീഡിയോസ് ഇട്ടാലും ആ വീഡിയോസിൻ്റെ താഴെ വന്നിച്ച് കൊടുക്കുന്ന കമൻറ്റുകൾ നിങ്ങളൊന്ന് നോക്കണം. ഇതൊക്കെ ഒരു ഗ്രൂപ്പായിട്ടാണ് വന്ന് കൊടുക്കുന്നത്. എന്നാണെങ്കിലും നമുക്ക് ആദ്യമേ തന്നെ ഈ വേദലക്ഷ്മി പറയുന്നൊരു കാര്യമുണ്ട്. അവർ സത്യം പറഞ്ഞാൽ ഇവരെ സമ്മതിക്കണം കേട്ടോ. ഈ വേദലക്ഷ്മി അവർ ഇതിനേക്ക് ഇറങ്ങി തിരിച്ചേക്കുന്നത് അവരുടെ ജീവന് പോലും ഭീഷണിയായിട്ടുള്ളൊരു കാര്യത്തിനാണ് ഇവർ ഇറങ്ങി തിരിച്ചേക്കുന്നത്. എന്നിട്ട് പോലും അവരിതിലേക്ക് ഇറങ്ങി തിരിക്കുന്നുണ്ടെങ്കിൽ വരുന്ന തലമുറയ്ക്ക് അവരെ കൊണ്ട് എന്തെങ്കിലുമൊക്കെ ഒന്ന് ചെയ്യാൻ പറ്റും എന്നുള്ളൊരു വിശ്വാസത്തിലാണ് അവർ ഇറങ്ങി തിരിക്കുന്നത്. അവർ ഈ കാര്യം സോഷ്യൽ മീഡിയ വന്ന് പറയുന്നതും ഇത് കാണിക്കുകയും ചെയ്യുന്നത് ഇതിൽ നിന്നും ഇനിയുള്ള തലമുറ ഇത് രക്ഷപ്പെട്ടോട്ടെ എന്നോർത്താണ്. പക്ഷേ ഇതിൻ്റെ പിന്നീടുള്ളൊരു ഗ്യാങ് എന്ന് പറഞ്ഞാൽ ഭയങ്കരമാണത്. അതിനെ പേടിച്ച് കാര്യം എന്താണെന്ന് വെച്ചാൽ അതിനെ പേടിച്ചേ പറ്റു. കാര്യം അതുപോലെ ക്രിമിനൽ മൈൻഡാണ് അവർക്കൊക്കെ ഉള്ളത്. അതുപോലും വകവെക്കാതെ ഇവരെ പോലെയുള്ളവരൊക്കെ വന്ന് ഇത്രയും ചെയ്യുന്നുണ്ടെങ്കിൽ നിങ്ങളൊക്കെ ഇതൊന്നും മനസ്സിലാക്കുക. നമ്മളിപ്പോൾ ഞാൻ ഇന്നാളൊരു വീഡിയോ ചെയ്തപ്പോഴത്തേക്ക് അതിനകത്ത് പറഞ്ഞപ്പോഴത്തേക്ക് പറഞ്ഞു പുതിയ തലമുറ നന്നാക്കാൻ വന്നതെന്ന് പറഞ്ഞു. ഒരിക്കലുമല്ല. നന്നാകേണ്ടവരും നന്നാകും. നമ്മൾ പറയുന്നതേ ഉള്ളൂ. നമ്മൾ ഈ പുതിയ തലമുറ നന്നാക്കാൻ വരുന്നതെന്ന് പറഞ്ഞ് കമൻറ്റ് ഇടുന്നവർ ഒന്ന് ചിന്തിക്കുക. നിങ്ങളുടെ കുടുംബത്തിൽ നിങ്ങളുടെ വീട്ടിൽ ഇങ്ങനെ ഒരു സംഭവം നിങ്ങളുടെ കുഞ്ഞുങ്ങൾക്കുണ്ടായാലേ നിങ്ങൾക്കത് മനസ്സിലാകത്തുള്ളൂ. ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. നമ്മൾ വീട്ടിലുള്ളവർ തന്നെ ഈ കുട്ടികളൊക്കെ ഈ ഒരു സൈറ്റിലേക്കൊക്കെ അറിയാതെ കയറി പെട്ടുപോയി കഴിയുമ്പോഴത്തേക്ക് ഇവരോട് പറയും ഒരു ഫോട്ടോസ് എടുത്തതാ, അത് കുഴപ്പമില്ലാത്തൊരു ഫോട്ടോസ് എന്നൊക്കെ പറഞ്ഞാൽ എനിക്ക് കുഞ്ഞുങ്ങളെ കൊണ്ട് എടുപ്പിക്കുന്നത്. ഇവരെങ്ങനെയൊക്കെ വീട്ടിലുള്ളവർ പോലും അറിയാതായിരിക്കും. ചിലപ്പോൾ അമ്മയുടെ ആയിരിക്കാം, ചിലപ്പോൾ പെങ്ങളുടെ ആയിരിക്കാം, ചിലപ്പോൾ ഭർത്താവായിരിക്കും പണി കാണിക്കുന്നത്. ഈ ഒരു ഫോട്ടോ കൊടുക്കുമ്പോൾ ഇന്ന ഇതിൽ തുച്ഛമായിട്ട് തുക ഇവർക്ക് കൊടുക്കും. അത് മേടിച്ച് വെച്ച് ഇവർ കൊടുത്തു കഴിയുമ്പോൾ ഇച്ചിരിയോട് തുക കൂടുതൽ കിട്ടുമല്ലോ എന്ന് പറഞ്ഞാൽ ഇവർ അടുത്ത ഫോട്ടോ എടുത്ത് കൊടുക്കും. അത് കഴിയുമ്പോൾ പിന്നെ ഇവരെ ഭീഷണിപ്പെടുത്താൻ തുടങ്ങും. നിൻ്റെ അമ്മയ്ക്കോ അല്ലെങ്കിൽ നിൻ്റെ വീട്ടിലുള്ളവർക്കോ ഈ ഫോട്ടോ അയച്ചു കൊടുക്കും, നീ എടുത്ത് തന്നാന്ന് പറയും. അപ്പോൾ അവർക്കറിയാം. കാര്യം അവർ വീട്ടിൽ നിന്ന് ഡ്രസ്സ് മാറുന്ന സമയത്ത് ആ വീട്ടിൽ മകനും അമ്മയും മാത്രമേ ചിലപ്പോൾ ആ വീട്ടിലുള്ളവരെ ഉണ്ടായിരുന്നായിരിക്കും.
അതുപോലെ തന്നെ നമ്മൾ രാവിലെയൊക്കെ ഇരിക്കുമ്പോഴും തന്നെയല്ല, ചിലർക്ക് രാവിലെ കഴിയുമ്പോൾ ആ ഒരു ഡ്രസ്സിലിട്ട് ചിലർ കണ്ണാടി നോക്കുമ്പോഴത്തേക്ക് അവർക്കൊന്ന് ഫോട്ടോ എടുത്തേക്ക് നോക്കാം. അവർക്ക് സ്വന്തമായിട്ട് കാണാൻ വേണ്ടിയാണ് അവർ എടുക്കുന്നത്. ആ ഒരു ഫോട്ടോ പോലും അവർ പോലും അറിയാതെ അവരുടെ ഫോണിൽ നിന്ന് അത് പുറത്ത് പോകുന്നുണ്ടെന്ന് പറയുമ്പോൾ ഓർത്ത് നോക്കി എത്ര മാത്രം നമ്മൾ പേടിക്കണമെന്ന് ഓർത്ത് നോക്കി. എത്രമാത്രം ഭാര്യ ഭർത്താവിന് ചിലപ്പോൾ അയച്ചു കൊടുക്കുന്ന ഒരു ഫോട്ടോ ആയിരിക്കും, അതായിരിക്കും പോകുന്നത്. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. നിങ്ങളെല്ലാവരും ഇതിന് വന്ന് ഈ നെഗറ്റീവ് കമൻറ്റ് ഇടാതെ നിങ്ങൾക്ക് ഇരുന്നൊരു നിമിഷം ഒന്ന് ചിന്തിച്ച് നോക്ക്. ഈ ലോകം മുഴുവൻ നന്നാക്കിയേക്കെന്ന് ഞാൻ ആരോടും കൊട്ടേഷൻ എടുത്തിച്ച് വന്നിരിക്കുന്നതല്ല. എനിക്കുമുണ്ട് മക്കൾ. നാളെ ഈ ഒരു വരുന്ന കാര്യത്തിൽ ഏതെങ്കിലുമൊക്കെ ഒരു കുഞ്ഞുങ്ങൾക്ക് നമ്മൾ പറയുന്ന കാര്യങ്ങൾ ഇത് പ്രയോജനപ്പെട്ടെങ്കിൽ പെടട്ടെ എന്ന് ഓർത്താണ് ഈ പറയുന്നത്. അതിന് ഈ മാതിരി വന്നിച്ച് ചില സമയത്തുണ്ടല്ലോ നമ്മൾ ഒരു വീഡിയോ ഇട്ടുമ്പോൾ അത് എന്നതാന്ന് പോലും കേൾക്കാതെ. പക്ഷേ യൂട്യൂബിൽ അത്രയില്ല കേട്ടോ, ഫേസ്ബുക്കിലാണ് കൂടുതലും കണ്ടിട്ടുള്ളത്. ഞാൻ ഫേസ്ബുക്കിൽ വീഡിയോ ചെയ്യുന്നില്ല, യൂട്യൂബിലാണ് ഞാൻ കൂടുതലും വീഡിയോ ചെയ്യുന്നത്. യൂട്യൂബിൽ ഇടുന്ന വീഡിയോയ്ക്ക് അത്രയില്ല, യൂട്യൂബിൻ്റെതായ കുറേ രീതികളൊക്കെ ഉണ്ട്, കുറേ കമൻറ്റൊക്കെ അവർ തന്നെ ഡിലീറ്റ് ചെയ്യും. പക്ഷേങ്കിൽ ഫേസ്ബുക്കിലോട്ട് തുടങ്ങിയാൽ ഒരു പെണ്ണാണ് ഒരു വീഡിയോ ഇടുന്നെങ്കിൽ ആദ്യം വന്നിച്ച് ആ കൂട്ടിയാണ് അവരെ വിളിക്കുന്നത്. അത് ഒരു രസമാണ് അവർക്ക്. ഒരു പെണ്ണ് തന്നെയാണ് വന്നേച്ച് ഒരു പെണ്ണിനെ അങ്ങനെ വിളിക്കുന്നതെന്ന് വിചാരിക്കണം. അവൾ പറയാൻ വന്നേക്കുന്നു, അവൾ മറ്റത് വന്നേക്കുന്നു, അവർ പറഞ്ഞ് എന്നതെന്ന് പോലും അവർക്ക് കേൾക്കണ്ട. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. ഇത്രയും ഞാൻ ആദ്യം പറഞ്ഞു എന്നതെന്ന് വെച്ചാൽ നിങ്ങൾ ഈ വീഡിയോ ഒന്ന് കാണാൻ വേണ്ടിയാണ് ഇത്രയും കാര്യങ്ങൾ പറഞ്ഞത്. എന്നെയാണ് നമുക്ക് വേദലക്ഷ്മി ഒരാളുടെ ഒരു വോയിസ് പുറത്തു വിട്ടിട്ടുണ്ട്. ആ ആൾ പറയുന്ന കാര്യങ്ങൾ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. അവർ അത് കേൾക്കുമ്പോൾ തന്നെ ഉണ്ടല്ലോ നമുക്ക് ഭയം തോന്നും. അതൊക്കെ കേൾക്കുമ്പോൾ തന്നെ നിങ്ങളൊന്ന് കേട്ടു നോക്കുക. ടീനേജേഴ്സ് ആണ് ഈ കോണ്ടന്റ് ഒക്കെ ഇട്ടത് വഴി വഴി തെറ്റുന്ന വല്ല ബോധമുണ്ടോ? എന്തോരോ ആൾക്കാർ വലിയ തെറ്റാണെന്ന് എനിക്ക് അറിയാം. പക്ഷെ ഞാനത് ഒരിക്കലും ഞാൻ ചെയ്ത തെറ്റും ന്യായീകരിക്കോ കാര്യങ്ങളോ അല്ല. ഞാൻ ഈ ഒരു ലൂപ്പിൽ പെട്ടുപോയി. ഞാൻ ഈ ചെയ്യുന്ന കാര്യം ഒരിക്കലും എനിക്ക് വേണ്ടിയിട്ട് ഞാൻ കണ്ടന്റ് വാങ്ങുമ്പോൾ അങ്ങനെ ആയിരുന്നു ഞാൻ ആദ്യം. അതായത് ഈ മോഡലത്തിന്റെ കണ്ടന്റും കാര്യങ്ങളൊക്കെ എനിക്ക് വേണ്ടിയിട്ട് ഞാൻ വാങ്ങിയതായിരുന്നു. പിന്നീട് പൈസ തികയാണ്ടായപ്പോൾ പൈസ ഇല്ലാണ്ടായപ്പോൾ, അതായത് പല മോഡലിലും വലിയ മോഡലും 4000, 3000 ഒക്കെ വിളിച്ചിട്ടാണ് അവർ ലൈവ് സ്ട്രീമും കാര്യങ്ങളൊക്കെ ഇടുന്നത്. അപ്പൊ അങ്ങനെ വാങ്ങണു. അപ്പൊ എല്ലാവരും കൂടെ ആയിട്ട് കുറച്ച് ആൾക്കാരൊന്നും കണ്ടുപോയിട്ട് എല്ലാവരും കൂടെ ആ ഗ്രൂപ്പിലേക്ക് ഒരുമിച്ചിടുമ്പോൾ അങ്ങനത്തെ ഒരു ലൂപ്പിൽ പെട്ടുപോയി. സത്യം പറഞ്ഞ സെക്സ്വൽ ഫ്രസ്ട്രേഷന്റെ ഭാഗമായിട്ട് പെട്ടുപോയതാണ്. പക്ഷെ ഇതിന്റെ പൂർണ്ണത്തരമായിട്ട് ഞാനല്ല. ഞാൻ ഷെയർ ചെയ്തിട്ടുള്ളൂ. ഞാൻ ലീക്ക് ചെയ്തിട്ടില്ല. എല്ലാവരും എനിക്ക് ലീക്ക് ചെയ്യാനുള്ള ആക്സസോ കാര്യങ്ങളും ഇല്ല. ലീക്ക് ചെയ്യുന്നത് ഇതിനേക്കാളും വലിയ മാഡം, ഇത് പൈസക്ക് അല്ലാണ്ട് ചെയ്യുന്ന വലിയ സൈക്കോപാത്തുകളുണ്ട്. ഇപ്പൊ അതായത് ഞാൻ പറഞ്ഞില്ലേ, ഓരോ അവർക്ക് അവരുടെ സുഖം എന്ന് പറയുന്നത് ഇതുപോലെ ഇങ്ങനെ ഷെയറിങ്ങും കാര്യങ്ങളുമാണ്, അല്ലാണ്ട് അവർക്ക് പൈസയും കാര്യങ്ങളല്ല. ആ ഒരു ലൂപ്പ് പെട്ടുപോയോണ്ട് ഞാൻ അങ്ങനെ പിന്നെ അടുത്തത് സബ്സ്ക്രിപ്ഷൻ എക്സ്ക്ലൂസീവ് ഇടുന്നുണ്ട്, മോഡൽ എടുത്ത് എക്സ്ക്ലൂസീവ് ഇടുന്നുണ്ട് എന്ന് കാണുമ്പോൾ ഞാൻ അടുത്ത് പർച്ചേസ് ചെയ്യാൻ പോയിട്ടുണ്ട്. അത് എന്നിട്ട് ഗ്രൂപ്പിൽ ഇട്ടിട്ടുണ്ട്. ഞാൻ അങ്ങനെ അന്ന് മാഡം എന്നോട് ഒരു കാര്യം ചോദിച്ചു, നിന്റെ ആ ഗ്രൂപ്പിൽ നീ ഇങ്ങനെ ഇട്ടിട്ടില്ലേ, വേറെ ആർക്കും ഷെയർ ചെയ്യാൻ പാടില്ല, അങ്ങനെ ഇതാക്കാൻ പാടില്ല. അത് ഇട്ടെന്ന് പറഞ്ഞാൽ ഈ ജിപ്സം എന്ന് പറയുന്ന അവരുടെയൊക്കെ ലൈവ് അത്ര പേരെ കണ്ടിട്ടുണ്ടാവുള്ളൂ. ഒരു 24-25 ആൾക്കാർക്കൊക്കെ. അത് കാരണം അവർ ലൈവ് ഹോസ്റ്റ് ചെയ്യുന്നത് 3000-2000 ാണ് ഒറ്റ ലൈവിന് ഹോസ്റ്റ് ചെയ്യുന്നത്. അപ്പൊ ആ ചാർജ് ഇടാൻ അത്രയും ആളുണ്ടാവില്ല. അപ്പൊ എന്റെ ഡീറ്റെയിൽസ് അവരുടെ കയ്യിലുണ്ട്. അപ്പൊ ആ വീഡിയോ പുറത്തു പോയി കഴിഞ്ഞാൽ ഈ 24 ആൾക്കാരെ പൊക്കിയാൽ അവർക്ക് കിട്ടും. അപ്പൊ അതുകൊണ്ടാണ് ഞാൻ കോർ ഗ്രൂപ്പിൽ ഇട്ടത്. ഇത് അഡ്മിൻ എന്ന നിലയിൽ എനിക്കും നിങ്ങൾക്കും പ്രശ്നമാണ്. അങ്ങനെ ഞാൻ പല എമൗണ്ട് യൂസ് ചെയ്തതും ഇതുപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ്. അത് ആ ഒരു ലൂപ്പ് പെട്ടുപോയോണ്ട് പിന്നെയും മോഡൽസ് ആൾക്കാർ പുതിയ എക്സ്ക്ലൂസീവ് ഞാൻ ഇട്ടിട്ടുണ്ട് വാച്ച് ചെയ്യുമെന്ന് പറഞ്ഞപ്പോൾ പല ഇതിലും ഇടുമ്പോൾ നമ്മളതിൽ കയറി പോകുന്നു. അപ്പൊ അതിനു വേണ്ടിയിട്ട് പൈസയ്ക്ക് വേണ്ടിയിട്ട് ഇങ്ങനത്തെ ഒരു സംഭവം ഉണ്ടാക്കി. അല്ലാതെ ഞാൻ ആ ഒരാളുടെ ഇതെടുത്തിട്ട് ഇതാക്കാനോ ഒരാളുടെ ലൈഫ് നശിപ്പിക്കണം എന്ന് വിചാരിച്ചിട്ടോ ചെയ്തതല്ല. ഇതിനകത്ത് പറയുന്ന കാര്യങ്ങൾ പലതും പുള്ളി പറയുന്നത് പുള്ളിക്ക് മനസ്സിലാവുന്നുണ്ട്, ചെയ്യുന്ന തെറ്റ് എന്നാന്ന് മനസ്സിലാവുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. ആദ്യമേ ഒരു വീഡിയോസ് എടുത്ത് കൊടുത്തു, ആ എടുത്ത് കൊടുത്ത് കഴിയുമ്പോഴത്തേക്ക് അതിന് പണം കിട്ടി, വീണ്ടും എടുത്തു കൊടുത്തു. അങ്ങനെ ആയപ്പോഴത്തേക്ക് പൈസയ്ക്ക് വേണ്ടി പിന്നെ ചെയ്യാൻ തുടങ്ങി. ആ കിട്ടുന്ന പൈസ മൊത്തം ഇവിടെ ഈ ഒരു സൈറ്റിലേക്ക് തന്നെയാണ് പുള്ളി മുടക്കുകയും ചെയ്യുന്നത്. എന്നിട്ട് ഇത് പറഞ്ഞു കേട്ടോ, ഇത് പൈസയ്ക്കല്ലാതെ ചില സൈക്കോ ആയിട്ടുള്ള മനുഷ്യരുണ്ടെന്ന്, ഇത് എടുക്കുക, അത് ഷെയർ ചെയ്യുക, അത് അങ്ങനെ ആസ്വദിക്കുന്ന കുറേ മനുഷ്യരുണ്ട്. അതുകൊണ്ട് നിങ്ങൾക്ക് ആർക്കും മനസ്സിലാകത്തില്ല. നിങ്ങൾ പലരും ഈ കുട്ടികളുള്ളവർ പോലുമാണ് ഇങ്ങനെയൊരു കൂടുതലും ഈ ഇതിലൂടെ തന്നെയാണ് വരുന്നത്, ഈ പെയ്ഡ് സബിലൂടെ തന്നെ. യൂട്യൂബിൻ്റെ തന്നെ എനിക്കറിയാൻ വേണ്ടിയിട്ട് പറയുകയാണ്, യൂട്യൂബിലൊക്കെ നമ്മളൊരു വാക്ക് ഉപയോഗിച്ചാൽ ചിലപ്പോൾ അതിന് നമുക്ക് യൂട്യൂബിൻ്റെ ഭാഗത്തു നിന്ന് എന്തെങ്കിലും ഒരു നടപടി ഉണ്ടാവും. പക്ഷേ ഇങ്ങനെയുള്ള വീഡിയോസൊക്കെ വരുമ്പോഴത്തേക്ക് വരത്ത്, അല്ലെങ്കിൽ നമ്മളൊരു ഫോട്ടോ ഇടുന്നതിനകത്ത് എന്തെങ്കിലും ചെറിയ ഇത് വന്നാൽ മതി. പക്ഷേ ഈ പെയ്ഡ് ലൈവ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് ചില കാര്യങ്ങളൊക്കെ ഇന്ന് നടക്കുന്നുണ്ട്. അത് ഒരുപാട് ആൾക്കാർ ചെയ്യുന്നുണ്ട്. അതുപോലെ തന്നെ ചിലർ വീഡിയോ ചെയ്യുമ്പോൾ എത്രമാത്രം ഇതായിട്ട് മോശമായിട്ടുള്ള വാക്കുകൾ ഉപയോഗിക്കുന്നുണ്ട്, യാതൊരു പ്രശ്നവുമില്ല. മനസ്സിലാകുന്നില്ല ഇങ്ങനെയൊക്കെ. എന്നാണേലും കുറേ കാര്യങ്ങൾ ഇതിനകത്തൂടെ ഈ വേദലക്ഷ്മി പറയുന്നുണ്ട്. ശരിക്കും നമുക്കത് കേട്ട് കഴിയുമ്പോൾ തന്നെ ഉണ്ടല്ലോ, നമ്മൾ തന്നെ ഓർക്കും ഇതൊക്കെ ഈ ലോകത്ത് നടക്കുന്ന കാര്യങ്ങൾ തന്നെയാണോ എന്ന് ഓർത്തു പോകും. ഉള്ളത് കൊണ്ട് ഇവര് ഡയറക്റ്റ്ലി പ്രോസ്റ്റിറ്റ്യൂഷനിലോട്ട് തിരിയണം എന്ന് പറഞ്ഞ് നിർബന്ധിച്ച് ഇവരെ ലൈഫ് തന്നെ വേറൊരു രീതിയിലോട്ട് കൊണ്ടുപോകുന്നവരുണ്ട്. ഇതെല്ലാം നടക്കുന്നത് ഈ സബ്സ്ക്രിപ്ഷന്റെ ഒരു വലിയ കാര്യം കൊണ്ടാണ്. ഇതുപോലുള്ള എക്സ്ക്ലൂസീവ് കോണ്ടന്റ്സ് കൊണ്ട് മാത്രം
ഈ ഒരു സബ്സ്ക്രിപ്ഷൻ്റെ ഒറ്റ ഇതുകൊണ്ട് നടക്കുന്ന കാര്യമാണ്. ഇതിന് മുമ്പും ഈ വേദലക്ഷ്മി ഇതിനെപ്പറ്റി പറഞ്ഞിട്ടുണ്ട്. പക്ഷേ ആരും അന്ന് അത് പറയുമ്പോഴും എല്ലാവരും ഇത് കേട്ടങ്ങ് പോകുന്നേ ഉള്ളൂ. ആർക്കും അതൊരു പ്രശ്നമേ അല്ല. ഇവർ പറയുന്ന കാര്യങ്ങൾ കറക്റ്റാണ്. അതിനകത്തു നിന്നുള്ള വീഡിയോസ് എടുത്തതിന് ശേഷം പിന്നീട് വരുന്ന പ്രശ്നം എന്താണെന്ന് ചോദിച്ചാൽ ഈ വീഡിയോ കാണിച്ച് ഇവരോട് മോശം കാര്യങ്ങൾക്ക് പിന്നെ നിർബന്ധിച്ചുകൊണ്ടിരിക്കുവാണ് ഇവരെ. അല്ലെങ്കിൽ ഈ വീഡിയോ പുറത്ത് വിടും, അല്ലെങ്കിൽ ഈ ഫോട്ടോ പുറത്ത് വിടും എന്നൊക്കെ പറയുമ്പോഴത്തേക്ക് അതിൽ പെട്ടുപോകണം. പിന്നെ അവരുടെ ജീവിതം വേറെ രീതിക്ക് അങ്ങ് ഒഴുകുകയാണ് ചെയ്യുന്നത്. അവരാഗ്രഹിക്കുന്ന പോലെയല്ല പിന്നെ അവരുടെ ജീവിതം പോകുന്നത്. ഇതൊന്നും ആരോടും പറഞ്ഞാൽ മനസ്സിലാകുകയില്ല. എല്ലാവരും പറയുന്നത് ജീവിക്കാൻ വേണ്ടി, കുട്ടികളെ വളർത്താൻ വേണ്ടി. പണ്ടൊക്കെ കുട്ടികളെ വളർത്താൻ കിടന്ന് കഷ്ടപ്പെട്ട് മനുഷ്യർ ഓരോ കാര്യങ്ങൾ ചെയ്തുകൊണ്ടിരുന്നത് ഇതിനു വേണ്ടിയാണ്. ഞാൻ ഇതിനു മുമ്പ് ഒരു വീഡിയോ ചെയ്തതാണ്. യോഗി എന്ന് പറഞ്ഞ ആ ഒരാളുടെ ഭാര്യ ജിജിയുടെ കാര്യം ഞാൻ പറഞ്ഞാണ്. ആ ജിജി അവർക്ക് വേണമെങ്കിൽ അവർക്ക് ഈ മാതിരി പരിപാടിക്ക് അവർക്ക് ഇറങ്ങായിരുന്നു. പക്ഷെ അവരങ്ങനെയല്ല ചെയ്തത്. അവർ കഷ്ടപ്പെട്ട് പഠിപ്പിച്ച് അവരുടെ മക്കളെ ഒരു നിലയിൽ എത്തിക്കാണ് നോക്കിയത്. അതുങ്ങൾക്ക് ഇതായി കഴിയുമ്പോൾ ഇവർക്ക് ഒരു സഹായമാകുമെന്നറിയാം. ചിലർ കാണിക്കുന്ന പരിപാടിയാണ്. ഇതേതുകൊണ്ട് വലിയ കാര്യമായിട്ടുണ്ട്. ചിലർ ചോദിക്കുന്നത് നിങ്ങൾക്ക് എന്നാ പാട്, അവരങ്ങനെ ചെയ്യുന്നതിനകത്ത് കയറി നിങ്ങൾ എന്തിനാണ് ഈ വീഡിയോ എടുക്കുന്നത്, എന്നിട്ട് ഇത് പുറത്തോട്ട് കൊണ്ടുവരുന്നത് എന്തിനാണെന്ന് ചോദിക്കുന്നത്. അങ്ങനെയേലും ഇവർക്കൊക്കെ ഒന്ന് നാണം തോന്നട്ടെ എന്നോർത്താണ് ചെയ്യുന്നത്. അങ്ങനെയുള്ള വീഡിയോസുകൾ എടുത്ത് മിക്കവരും റിയാക്ട് ചെയ്യുന്നത് ഇവർക്കൊക്കെ ഒരു നാണം തോന്നട്ടെ എന്ന് ഓർത്തിട്ടാണ്. ആ നാണം തോന്നി കഴിയുമ്പോഴെങ്കിലും താൻ ചെയ്ത് തെറ്റാണ്, അല്ലെങ്കിൽ എനിക്ക് ഈ പണി വേണ്ട, എനിക്ക് വേറെ ജോലി ചെയ്ത് ജീവിക്കാം എന്നല്ല ചിന്തിക്കുന്നത്. ഒന്നും വേണ്ട, യൂട്യൂബ് കൊണ്ട് മാത്രം ജീവിക്കുന്ന ഒരുപാട് വ്യക്തികളുണ്ട്. ഫാമിലി വ്ളോഗ് ചെയ്ത് റിയാക്ഷൻ വീഡിയോ ചെയ്യുന്നവരുണ്ട്. അതല്ലാതെ മറ്റ് എൻ്റർടൈൻമെൻറ്റുകൾ ചെയ്യുന്നവരുണ്ട്. ഒരുപാട് കാര്യങ്ങൾ ചെയ്യുന്നുണ്ട്. ഈ ഒരു സോഷ്യൽ മീഡിയ കൊണ്ട് ജീവിക്കുന്നവരുണ്ട്. അവരാരും ഇങ്ങനെയുള്ള മോശം ഒരു രീതിക്കല്ല ജീവിക്കുന്നത്. അത് നിങ്ങൾ ആദ്യം ഒന്ന് മനസ്സിലാക്കുക. ഈ പറയുമ്പോഴത്തേക്ക് കമൻറ്റ് ഇടുന്നവരോട് കൂടെയാണ് പറഞ്ഞത്. നിങ്ങളൊന്ന് മനസ്സിലാക്കുക. അങ്ങനെയല്ലാതെ ഈ ഒരു പരിപാടിയുടെ അല്ലാതെ മാന്യമായിട്ട് ചിലർ പറയുന്നതാ അത് ചെയ്യുന്നതിന് നിനക്കൊക്കെ എന്നാ കുഴപ്പം, ഭർത്താക്കം വെളിയിൽ ആണുങ്ങളുള്ളവർക്ക് അവർക്ക് കാണാൻ വേണ്ടിയായിരിക്കും, ഇല്ലെങ്കിൽ അത് ഇഷ്ടപ്പെടുന്നവർക്ക് കാണാൻ വേണ്ടിയായിരിക്കും, അവർ പോയി എടുത്ത് കണ്ടോട്ടെ എന്നാണ് പറയുന്നത്. അത് ശരിയാണ്. പറയുന്നവർക്ക് സങ്കടമില്ല. അവരുടെ കുടുംബത്തുള്ള ആരുമല്ലല്ലോ അവിടെ നിന്ന് തുണി പറിക്കുന്നത്. അതുകൊണ്ട് അവർക്കൊക്കെ അത് സപ്പോർട്ട് ചെയ്യാൻ പറ്റും. സ്വന്തം കുടുംബത്തിൽ ഇതുപോലൊരു കാര്യം ഒരു കുട്ടി ചെയ്യുമ്പോഴേ നിങ്ങൾക്കത് മനസ്സിലാവുള്ളൂ. ഇത് ഇനി വേദ പറയുന്ന ഒരു കാര്യമുണ്ട്. കാര്യം എന്ന് വെച്ചാൽ ഇവരുടെ റിലേഷനുള്ള ഒരു കുട്ടിയുടെയാണ്. ആ കുട്ടി റൂമിൽ വെച്ചെടുത്തൊരു ഫോട്ടോയാണ്. കാര്യം പുറത്ത് അത് ആർക്കും അയച്ചു കൊടുത്തിട്ടില്ല, ഒന്നുമില്ല. പക്ഷെങ്കിൽ ആ ഫോണിൽ നിന്ന് ആ ഫോട്ടോ പുറത്ത് പോയി. ആ പുറത്ത് പോയ കുട്ടി അങ്ങനത്തെ ഒരു കുട്ടിയുമല്ല. ഞാൻ പറഞ്ഞില്ലേ, നമ്മൾ ചില സമയത്ത് രാവിലെ എണീറ്റ് വരുമ്പോഴോ അല്ലെങ്കിൽ ചില ഡ്രസ്സുകൾ ഇടുമ്പോഴോ ചിലപ്പം ചിലർക്കൊക്കെ ഉണ്ട് അങ്ങനെ ഒരു സ്വഭാവമുണ്ട്. അവരുടെ ബോഡി ഷേപ്പ് സ്വയം ഒന്ന് ആസ്വദിക്കാൻ വേണ്ടി ഇവർ ഇതിൻ്റെ കണ്ണയുടെ മുന്നിൽ നിന്നൊരു ഫോട്ടോ എടുക്കും. അവരുടെ ബെഡ്റൂമിൽ നിന്നായിരിക്കും, പുറത്ത് ആരും അറിയുന്നില്ലെന്നാണ് അവരുടെ വിചാരം. അവരുടെ ഫോണിൽ ഈ ഫോട്ടോ എടുക്കും. ചിലപ്പോൾ ഇത് നമ്മുടെ ഒരു ഫ്രണ്ട്സ് ആയിരിക്കും, ഒരു കോൾ ചെയ്യാൻ ഫോൺ തരാമോ എന്ന് ചോദിക്കും. നമ്മൾ കൊടുക്കും. കാര്യം വെച്ചാൽ അവർ നമ്മുടെ ഗാലറി കയറുന്നുണ്ടെന്ന് നമ്മൾ വിചാരിക്കുന്നില്ല. ഒരുപക്ഷെ നമ്മൾ ഫോൺ കൊടുത്ത് ആ കോൾ ചെയ്ത് കഴിയുന്ന സെക്കൻഡിനുള്ളിലായിരിക്കും നമ്മുടെ അതിനകത്ത് അവർ ജസ്റ്റ് ഒന്ന് നോക്കുന്നത്. നോക്കുമ്പോൾ കിട്ടുന്ന പെട്ടെന്ന് അവർ ഷെയർ ചെയ്ത് കഴിയും. നമ്മൾ പോലും അറിയാം. നമ്മളിപ്പോൾ വിശ്വസിച്ച് കൊടുക്കുന്നൊരു ഫോണായിരിക്കാം. ഇങ്ങനെയൊക്കെ ഒരുപാട് കാര്യങ്ങൾ നടക്കാറുണ്ട്. പക്ഷേ ഇതൊന്നും ആർക്കും മനസ്സിലാകില്ല. അതിൻ്റെ പിന്നെ പ്രശ്നങ്ങൾ വന്നു കഴിയുമ്പോഴാണ് കരച്ച് വിളിച്ച് അലച്ച് തള്ളി പിന്നെ നിയമ നടപടികൾ എടുക്കുക. മറ്റു അതിർത്തേക്ക് മൊത്തം അറിഞ്ഞിരിക്കും പുറത്ത്. അതാണ് സംഭവിക്കുന്നത്. ഒരു അമ്മ എന്നുള്ള രീതിയിൽ വളരെ ഡിസ്റ്റർബ്ഡ് ആയിട്ടാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. എൻ്റെ പരിചയത്തിലുള്ളൊരു കുട്ടിയുടെ പ്രൈവറ്റ് ആയിട്ടുള്ളൊരു പിക്ചർ, ആ കുട്ടി എവിടെയും പോസ്റ്റ് ചെയ്തതല്ല, ആർക്കും അയച്ചു കൊടുത്തതല്ല, അല്ലാതുള്ളൊരു പിക്ക് ഒരു ടെലിഗ്രാം ചാനൽ വഴി സർക്കുലേറ്റ് ആയി. അത് ഒത്തിരി പേര് കണ്ട് ആ കുട്ടിയുടെ ഫാമിലിയിലൊക്കെ അറിയിച്ച് വലിയ ഇഷ്യൂ ആയിട്ടുണ്ടായിരുന്നു. സോ എങ്ങനെ ഇങ്ങനെ ഒരു കോണ്ടന്റ് എവിടെയും പോസ്റ്റ് ചെയ്യാതെ ഇങ്ങനെ ലീക്ക് ആവപ്പെട്ടു എന്നുള്ളതൊരു വലിയ ചോദ്യചിഹ്നമായിരുന്നു. അവരതിൻ്റെ പോലീസ് കംപ്ലയിൻറ്റും കാര്യങ്ങളൊക്കെ കൊടുത്ത് കണ്ടുപിടിച്ചു. അതിൻ്റെ പിന്നിലൊരു പെയ്ഡ് ആയിട്ടുള്ള ടെലിഗ്രാം ചാനലാണ് എന്നുള്ളത് കണ്ടുപിടിച്ചു. ഞാനിപ്പോൾ ഇന്ന് ഈ വീഡിയോ ഇവിടെ ചെയ്യാൻ കാരണം അതിനകത്ത് ആ സർവിലൻസിൽ നോക്കിയപ്പോഴത്തേക്കും അതിനകത്ത് നടക്കുന്ന ആക്ടിവിറ്റീസ് വളരെ ഡിസ്റ്റർബിംഗ് എന്ന് പറഞ്ഞാൽ നമുക്കൊന്ന് ചിന്തിക്കാൻ പറ്റുന്നതിനെക്കാട്ടിലും അപ്പുറത്തുള്ള ആക്ടിവിറ്റീസ് ആണ് നടക്കുന്നത്. ഇന്നത്തെ കാലത്ത് മോർഫിങ്ങും അങ്ങനെയൊക്കെയുള്ള ന്യൂസ് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കും. ഇത് അങ്ങനത്തെ അല്ല പറയുന്നത്. ഇത് ശരിക്കുള്ള റിയൽ പിക്ചേഴ്സ് പ്രൈവറ്റ് ആയിട്ട് ഫോണിലുള്ളതോ അല്ലെങ്കിൽ നമ്മുടെ വീടിനുള്ളിൽ നടക്കുന്ന കാര്യങ്ങൾ ഉൾപ്പെടെയായിട്ടുള്ള കാര്യങ്ങളാണ് ഈ ടെലിഗ്രാം ചാനൽ വഴി സർക്കുലേറ്റ് ചെയ്യപ്പെടുന്നത് പൈസയ്ക്ക് വേണ്ടി. ഇപ്പോൾ സെലിബ്രിറ്റീസോ അല്ലെങ്കിൽ ഇൻഫ്ലുവൻസേഴ്സോ ആക്ടേഴ്സോ റിയാലിറ്റി ഷോസിൽ വന്നവരോ ഒക്കെ ഇന്നത്തെ കാലത്ത് മോണിറ്ററി ബെനിഫിറ്റിന് വേണ്ടിയിട്ട് സബ്സ്ക്രിപ്ഷനും എക്സ്ക്ലൂസീവ് കോണ്ടന്റിനും എന്നൊക്കെ പറഞ്ഞിട്ട് ബിങ് മീ സ്നാപ്പ് കോളിംഗ് ഒക്കെ വഴി ഇഷ്ടംപോലെ കോണ്ടന്റ്സ് ഇടുന്നുണ്ട്. പക്ഷേ നിങ്ങൾ അറിയേണ്ട ഒരു കാര്യമുണ്ട്. നിങ്ങളുടെ ലൈഫ്, നിങ്ങളുടെ റൂൾസ്, വേ ഓഫ് ഡ്രസ്സിംഗ് ഒക്കെ നിങ്ങളുടെ ഇഷ്ടം. പക്ഷേ നിങ്ങൾ ബാഡ്ലി ഒരു വലിയ വിഭാഗം ടീനേജേഴ്സ് ഉൾപ്പെടെയുള്ള ആൾക്കാരെ നിങ്ങൾ ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്, ബാഡ്ലി ഇൻഫ്ലുവൻസ് ചെയ്യുന്നുണ്ട്. നിങ്ങളുടെ കോണ്ടന്റ്സ് പുറത്ത് വേറെ ലൈക്ക് സർഫസ് ലെവലിൽ മാത്രമല്ല നിൽക്കുന്നത്, ഡീപ്പ് വെബിലോട്ട് പോയി അത് വീണ്ടും വിൽപ്പനയ്ക്ക് വെച്ച് നിങ്ങൾ പോലും അറിയാത്ത അത്ര എക്സ്റ്റെൻഡിൽ ഇത് പിന്നെയും വിൽപ്പനയ്ക്ക് ഇതാക്കി വെച്ച് കംപ്ലീറ്റ്ലി മോശമായിട്ടുള്ള രീതിയിൽ ദുരുപയോഗപ്പെട്ടിരിക്കുക. ഞാൻ കണ്ട ആ ചാനൽസിനകത്ത് തന്നെ ഒരു 20,000-ഓളം കുട്ടികളുടെയൊക്കെ ഇഷ്ടം പോലെ കോണ്ടന്റ്സ് ഇട്ടിട്ടുണ്ടായിരുന്നു. അത് എങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്യാവോ അങ്ങനെയൊക്കെ ദുരുപയോഗം ചെയ്ത് അവർ
എനിക്ക് പറയാൻ തന്നെ അറിയത്തില്ല. ഒരു അമ്മ എന്നുള്ള രീതിയിൽ എനിക്ക് ചിന്തിക്കാൻ പോലും പറ്റാത്ത എക്സ്റ്റനിൽ മോശമായി കഴിഞ്ഞു. ഇപ്പൊ തന്നെ എന്തും ആവാന്നുള്ള രീതിയിലാണ് കാര്യങ്ങൾ പൊയ്ക്കൊണ്ടിരിക്കുന്നത്. ഇതിങ്ങനെ വിട്ടാൽ പറ്റില്ല. ലൈക്ക് ഇത് എങ്ങനെയും ആകാന്നാണ് കുറച്ച് പേര് ചിന്തിച്ചേക്കുന്നത്. ഇതിനകത്ത് പറയുന്നത് ഇതിപ്പം സംഭവിക്കുന്ന കാര്യങ്ങൾ കൂടുതലും എന്നറിയാം. ഈ സെലിബ്രിറ്റികളാണെന്ന് പറഞ്ഞ കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. ഈ അവിടെ എവിടെയൊക്കെ പോയി ചെന്ന് രണ്ടു മുഖമൊക്കെ കാണിച്ചു തന്നെ ഇവർ പിന്നെ സെലിബ്രിറ്റികളാണ്. ഈ സെലിബ്രിറ്റികളാണെന്ന് പറഞ്ഞിട്ട് ഇവർ കുറേ തോന്നിവാസങ്ങളൊക്കെ കാണിച്ചു കൂട്ടും. ഇവരുടെ ആരാധന മൂത്ത് കിടക്കുന്ന കുറച്ച് പേര് കാണും. അവർ ഇത് തന്നെ ഈ പാതണ്ട് അതൊക്കെ സാധാരണ കുടുംബത്തിൽ നാട്ടുമ്പുറത്ത് ജീവിക്കുന്ന പിള്ളേരായിരിക്കും ചിലപ്പോൾ ഇതൊക്കെ. ഇതുങ്ങൾ എന്നെ ചെയ്യുന്നറിയോ, ഇതുപോലെ തന്നെ എടുത്തിട്ടുള്ള തോന്നിവാസങ്ങൾ മൊത്തം കാണിക്കും. ഉള്ള കണ്ട സൈറ്റിൽ മൊത്തം ഇവരുടെ വീഡിയോസും കാര്യങ്ങളും വന്ന് എല്ലാം കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ മറ്റവരെന്ന് പറയുമ്പോൾ അവർ സെലിബ്രിറ്റികളാണെന്ന് പറഞ്ഞാൽ അവരിങ്ങനെ കയറി അവരവരുടെ പാട്ടിന് പോകും. പക്ഷേ ഈ നാട്ടുമ്പുറത്ത് കിടക്കുന്ന ഈ കുഞ്ഞുങ്ങൾക്കൊക്കെ നാളെ ആ കുടുംബം മൊത്തത്തിൽ അങ്ങ് ഇല്ലാതാവുകയാണ് ചെയ്യുന്നത്. അത് പുറത്തറിയുകയും അവരറിഞ്ഞു കഴിയുമ്പോൾ അവർ നാട്ടുകാരുടെ ഉള്ള പരിഹാസവും നാണക്കേടും എല്ലാം കൊണ്ട് ഇവരിയ്ക്കും. പിന്നെ ആ കുട്ടിക്ക് ഒരു ജീവിതമോ ഒന്നും വരുന്നില്ല. കാര്യം മുന്നോട്ടൊന്നും നോക്കാതെ ഈ പൈസ കിട്ടും എന്ന് പറയുമ്പോഴത്തേക്ക് പൈസ ഉണ്ടാക്കാം എന്നൊരു ലക്ഷ്യത്തിൽ ഇറങ്ങി തീരുന്നതാണ്. ഈ ഇത്രയും തോന്നിവാസങ്ങൾ കാണിച്ച് ഈ പൈസകളെല്ലാം ഉണ്ടാക്കി കഴിഞ്ഞാൽ നാളെ ഒരു ദിവസം ഒരു പ്രശ്നങ്ങൾ വരുമ്പോൾ ഈ പൈസ ഇതിനൊന്നും പരിഹാരമാകത്തില്ല. ഒരു മനുഷ്യരുടെയും ഈ പൈസ കൊണ്ട് മൂടിക്കെട്ടാൻ പറ്റത്തില്ല. ഇതൊന്നും ആരും മനസ്സിലാകത്തില്ല. യാദൃച്ഛികമായിട്ട് എവിടുന്നേലും ആരുടെങ്കിലും എന്തെങ്കിലും കിട്ടുന്നതായിരിക്കും. കിട്ടിക്കഴിയുമ്പോൾ അത് അടുത്ത ആൾക്ക് കൊടുത്ത് അത് പിന്നെ മുഴുവൻ അങ്ങ് ആൾക്കാരിലേക്ക് എത്തുമാണ് ചെയ്യുന്നത്. എനിക്കറിയാവുന്നൊരു അനുഭവം അതുപോലുള്ളതുകൊണ്ടാണ് ഞാൻ ഈ കാര്യം ഇത്രയും വ്യക്തമായിട്ട് പറയുന്നത്. അവർക്ക് അത് അടുത്തയാളിലേക്ക് എത്തി പലര് കണ്ടു കഴിയുമ്പോഴത്തേക്ക് പിന്നീട് വരുന്നൊരു നാണക്കേടെന്ന് പറയുന്നുണ്ടല്ലോ. പിന്നെ ചിലർക്ക് ഇതൊന്നും നാണക്കേടല്ല, അഭിമാനമാണ്. തുണി പറിച്ച് കാണിക്കാന്ന് പറഞ്ഞ് ചിലർ മക്കളെ വളർത്താനാ, അല്ലെങ്കിൽ കുടുംബം നോക്കാനാ, അല്ലെങ്കിൽ ചെലവിനുണ്ടാക്കാനാ, ഇങ്ങനെയൊക്കെ പറഞ്ഞ് കുറേ എണ്ണങ്ങൾ ഇറങ്ങിയിട്ടുണ്ട്. വേറെ എന്നതെല്ലാം പണികളുണ്ട് മാന്യമായിട്ട് ഈ ലോകത്ത് ചെയ്യാൻ പറ്റിയത്. എത്രയെല്ലാം നല്ല പണികളുണ്ട്. ഇപ്പൊ തന്നെ നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടെന്ന് എനിക്കറിയാം. ഈയിടെയായിട്ട് ഇൻസ്റ്റാ കമന്റ്സും കാര്യങ്ങളൊക്കെ എടുത്ത് നോക്കിയാൽ കാണാൻ പറ്റും. ഇൻഫ്ലുവൻസേഴ്സിന്റെ അല്ലെങ്കിൽ സാധാരണ പിള്ളേരുടെ ഫോട്ടോസിലൊക്കെ പോയിട്ട് ഭയങ്കര വൾഗാരിറ്റിയിൽ സംസാരിക്കുന്ന ആൾക്കാരെ കാണാൻ പറ്റും. അത് എവിടെ നിന്ന് തന്നെ അറിയും. അൺനോൺ ആയിട്ടുള്ള സ്ഥലത്ത് നിന്ന് ഇവന്മാർ ഓടി എല്ലാവരും കൂടി വന്ന് ഇവിടെ കുറ്റിയടിച്ച് കമന്റ് അടിക്കുന്നതിന്റെ കാര്യം എന്താ പറയും. ടെലഗ്രാം ഗ്രൂപ്പ്സിന് നല്ലൊരു പങ്കുണ്ട്. കാര്യം എന്താണെന്ന് വെച്ചാൽ ഇങ്ങനത്തെ എന്തെങ്കിലും വരുമ്പോഴത്തേക്ക് ഇവർ എന്തെങ്കിലും സ്ക്രീൻഷോട്ട് എടുത്തിട്ട് ഇതിനകത്ത് ഇട്ടിട്ട് പ്രൊഫൈലും കൂടി മെൻഷൻ ചെയ്തിടും. അപ്പൊ എന്തെന്ന് വെച്ചാൽ ആൾക്കാർ ഇത് കാണുമ്പോൾ അവർക്ക് പ്ലഷർ കിട്ടാൻ വേണ്ടി ഓടി വന്നിട്ട് എന്ത് ചെയ്യും, ഓൾറെഡി ആ ഗ്രൂപ്പിലിട്ട് അവരാധിക്കും. അപ്പൊ എന്റെ ഫോട്ടോസും കാര്യങ്ങളും ഇട്ടിട്ട് ഇതാക്കും. അത് കൂടാണ്ട് ഇവർ വന്നിട്ട് എന്തെങ്കിലും കമന്റ് സെക്ഷനിൽ വന്നിട്ട് ഇങ്ങനെ ഓരോന്ന് പറയും. അതിനിടയിൽ ഡെയർ കൊടുക്കണം, നീ പോയിട്ട് ഇങ്ങനെ പറ, നീ പോയിട്ട് ഇങ്ങനെ പറയാനുള്ള അത് കണ്ടില്ല ഇതിനെപ്പറ്റി പറയാൻ. ഓൾമോസ്റ്റ് നിങ്ങൾക്ക് നോക്കി അറിയാൻ പറ്റും. ഓൾമോസ്റ്റ് എല്ലാത്തിലും ഈ കാര്യം ഇൻഫ്ലുവൻസ് ആവുന്നുണ്ട്. ഈ ഒരു കാര്യം ഓൾമോസ്റ്റ് എല്ലായിടത്തും എഫക്ട് ചെയ്യുന്നുണ്ട്. എല്ലാവരും ഒന്നും ചെയ്യുന്നില്ല. ഇപ്പൊ ഈ കമന്റ് ഇടുന്ന ആൾക്കാരായ പോലും നമുക്കിപ്പോ കണ്ടുപിടിക്കാൻ പറ്റും ആരാണ് കമന്റ് ഇടണമെന്നുള്ളത്. നേരെ അവരെ പോയിട്ട് അവരുടെ ഫോൺ ചെക്ക് ചെയ്താൽ ചിലപ്പോൾ ഇതിലും വേസ്റ്റ് ആയിട്ടുള്ള കാര്യങ്ങൾ അറിയാൻ പറ്റും. ഇതാണ് ഞാൻ കുറച്ച് മുമ്പേ പറഞ്ഞത്. ഇങ്ങനെ കുറെ ഗ്രൂപ്പുകളുണ്ട്. ഇതുപോലെ ഇപ്പോൾ ഒരു വീഡിയോ ഒരാൾ ചെയ്തു, ആ ആളോട് എന്തെങ്കിലും ഒരു ഇതുണ്ടെങ്കിലോ അല്ലെങ്കിൽ അവർ ചെയ്തേക്കുന്ന കാര്യങ്ങൾ സമൂഹത്തിന് വേണ്ടി എന്തെങ്കിലും ഒരു ഗുണമുള്ളൊരു കാര്യമാണെങ്കിൽ പെട്ടെന്ന് അവരുടെ ഒരു വീഡിയോയുടെ സ്ക്രീൻഷോട്ടോ എന്തെങ്കിലും എടുത്തേച്ച് അതിൻ്റെ ലിങ്കും എടുത്തേച്ച് നേരെ കൊണ്ട് ഈ ഗ്രൂപ്പിലോട്ട് ഇട്ട് കൊടുക്കുകയാണ് ചെയ്യുന്നത്. ഇട്ട് കൊടുത്തേച്ച് പറയും ഇഷ്ടമുള്ളത് പോയി കിടന്ന് പറഞ്ഞാൽ പറയും. ഇതിലേക്ക് വരുന്നത് ആണും ഉണ്ട് പെണ്ണും ഉണ്ട്. ഇതൊരു ഗ്രൂപ്പാണ്. ഈ ഗ്രൂപ്പായിട്ട് വന്നേച്ച് ഇതിനകത്തേക്ക് വന്നേച്ച് പിന്നെ ഞാൻ പറഞ്ഞില്ലേ ഒരു ചീത്ത വാക്കുകളാണ് അവർ. ചിലപ്പോൾ ആ വീഡിയോ ആയിട്ട് ഒരു സാമ്യമില്ലാത്ത കാര്യത്തിനായിരിക്കും ഇവരുടെ നിന്ന് ചീത്ത വിളിക്കുന്നത്. ഒരു സാമ്യം കാണത്തില്ല അതുമായിട്ട് ആ വീഡിയോ ആയിട്ട്. ഈ പറയുന്ന കാര്യങ്ങൾ ഒരു ബന്ധവും ഇല്ലെന്ന് ഇവർക്കും അറിയാം. പക്ഷെങ്കിൽ ഇതൊരു ഗ്യാങ് ആണ്. അതിനകത്ത് ഈ മാതിരി തോന്നിവാസങ്ങളാണ് നടക്കുന്നത്. ഇതുപോലുള്ള വൃത്തികെട്ട വീഡിയോസും കാര്യങ്ങളും ഒക്കെയാണ് അവരുടെ ആ ഒരു ഗ്യാങ്ങിലുള്ളത്. അത് കണ്ട് ആസ്വദിച്ചേച്ച് അതിനെതിരെ നമ്മൾ എന്തെങ്കിലും ഒന്ന് പറയുമോ അല്ലെങ്കിൽ പുതിയ തലമുറ ഇതിലേക്ക് പോകാതിരിക്കട്ടെ എന്ന് പറയുകയോ ചെയ്യുമ്പോഴത്തേക്ക് ഇവർക്ക് ഭയങ്കരമായിട്ട് കുരു പൊട്ടും. എന്നിട്ട് ഇവരെന്നെ കാണിക്കുന്നത് വെച്ചാൽ ഇവർ ഗ്യാങ് ആയിട്ട് വന്നാണ് നമ്മളെ ആക്രമിക്കുന്നത്. നമ്മളെ മോശമായിട്ട് പറയുന്നത്. നമ്മൾ അതിനകത്ത് പറയുന്ന കാര്യങ്ങളായിരിക്കും ഇവരുടെ അടുത്ത് റിയാക്ട് ചെയ്യുന്നത്. അതിൻ്റെ അവിടോ ഇവിടോ എടുത്ത് വെച്ച് ഇവർ വീഡിയോ ചെയ്ത് വെച്ച് നമ്മളെ മോശമായിട്ട് സംസാരിക്കും. അത് കേട്ട് സപ്പോർട്ട് ചെയ്യാനായിട്ട് കുറേ പെണ്ണുങ്ങളാണ് കൂടുതൽ ഇതിനകത്തുള്ളതെന്ന് ഓർക്കണം. പിന്നെ ആണുങ്ങൾ വരുന്ന എല്ലാം ഫേക്ക് ഐഡിയ നമുക്കത് കാണുമ്പോഴേ അറിയാം. മോഹൻലാലിൻ്റെ പടമോ മറ്റവരുടെ പടമോ ഒക്കെ വെച്ചാണ് അവരിറങ്ങുന്നത്. അപൂർവമേ ഉള്ളൂ അവരുടെ ഒറിജിനൽ ഐഡി വരുന്നത്. ഇവർ വന്നേച്ച് ഇവർ എന്നാത്തിനാണ് ഈ വീഡിയോ ചെയ്തവരെ തെറി വിളിക്കുന്നതെന്ന് പോലും ഇവർക്ക് അറിയത്തില്ല. ഇവരോട് ഗ്രൂപ്പിൽ പറഞ്ഞു പൊക്കോ എടുത്ത് ചെത്ത് വിളിച്ചോ എന്ന് പറയുന്നു. ആ ചീത്ത വിളിക്കാനായിട്ടാണ് പിന്നെ ഓടി വരുന്നത്. ഇവരല്ലേ എന്നതാണ് ചെയ്യുന്ന വീഡിയോ, ഇവരെന്നതാണ് പറഞ്ഞത്, അല്ലെങ്കിൽ ഈ കാണിക്കുന്ന ഇങ്ങനെ പറയുന്നത് കറക്റ്റാണോ, അല്ലെങ്കിൽ ഈ പെണ്ണുപിള്ള പറയുന്നത് കറക്റ്റാണോ എന്നൊന്നുമല്ല ആ പുള്ളിക്കാരി പറഞ്ഞത് എന്നതാണ്. ഇതൊന്നും അല്ല ചിന്തിക്കുന്നത്. ചിലപ്പോൾ ഈ പറഞ്ഞു കൊടുക്കുന്ന ആൾ പറയുന്ന രീതിക്ക് തന്നെയായിരിക്കും അവരെ മൈൻഡിൽ എടുത്തേച്ചായിരിക്കും ചീത്ത വിളിക്കുന്നത്. ഇങ്ങനെയുള്ള ഒരുപാട് കാര്യങ്ങൾ നടക്കുന്നുണ്ട്. പക്ഷേ ഇതിനെതിരെ ഒന്നും നമ്മൾ മിണ്ടാൻ പറ്റത്തില്ല. മിണ്ടി കഴിഞ്ഞാൽ അടുത്തത് നമുക്കിട്ട് ദ്രോഹം എന്ന രീതിയിൽ അവരെന്തെങ്കിലും പറയുന്ന ഭാഷകളെന്ന് പറഞ്ഞാണ്ടല്ലോ എൻ്റെ പൊന്നോ, 7 ആറ്റി കുളിച്ച തീരെയാത്ത വൃത്തികെട്ട വാക്കുകളാണ്. ഇവർക്കൊക്കെ ഇതൊക്കെ എവിടുന്ന് വരുന്നറിയാൻ പറ്റുന്നില്ല. പറഞ്ഞു കേട്ടില്ല ഈ സൈറ്റിലൊക്കെ ഉള്ളതിനെല്ലാം ഇങ്ങനെ സംസാരിക്കാൻ അറിയത്തുള്ളൂ. ഈ സൈറ്റിലൊക്കെ ഉള്ളവർ ഇതിപ്പം ഈ ടെലിഗ്രാം മാത്രമല്ല കേട്ടോ, പുതിയൊരു ആപ്പുണ്ടല്ലോ, ഡേറ്റിംഗ് ആപ്പോ അങ്ങനെയാണ്ട് ഒരു ആപ്പുണ്ട്. അത് അങ്ങനെ കുറേ ആപ്പുകൾ ഇറങ്ങിയിട്ടുണ്ട്. അതിനകത്തുമൊക്കെ ഇത് തന്നെയാണ് പരിപാടി. ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ തന്നെയാണ് പരിപാടി. ആക്ച്വലി വളർന്നുകൊണ്ടിരിക്കുന്ന സംഭവമുണ്ട്. പില്ല്, ഈ സ്ലീപ്പിംഗ് പിൽസ് കൊടുത്തിട്ട് വീട്ടുകാരെ കിടത്തി ഉറക്കുക, അല്ലെങ്കിൽ നമുക്ക് ഏതാണ് നമ്മുടെ ടാർഗറ്റഡ് പേഴ്സൺ, ആ പേഴ്സണ് ഈ സ്ലീപ്പിംഗ് പില്ല് കൊടുത്ത് ഉറക്കി
ഇങ്ങനെ വീഡിയോസ് എടുക്കണം. അവർ പോലും അറിയില്ല അവർ ഈ സ്ലീപ്പിംഗ് ബില്ല് വെച്ചിട്ടുള്ള സീനാണെന്നുള്ളത്. അങ്ങനെ വീഡിയോസ് ഒക്കെ എടുക്കണേന്റെ ഇത് കുറച്ച് കൂടി വരുന്നുണ്ട്. അതെന്താണെന്ന് വെച്ചാൽ ഇതിനകത്തുള്ള അഡ്മിൻസും ഇതിന്റെ അകത്തുള്ള വേറെ ടീമുകളും ഈ പിൽസ് ഇതിൽ ത്രൂ സെല് ചെയ്യുന്നുണ്ട്. ഇതിൽ ത്രൂ സെല് ചെയ്യാനും ഇതിങ്ങനെ യൂസ് ചെയ്യണം എന്നുള്ള എല്ലാ ഇൻസ്ട്രക്ഷനും ഇതിൽ കൂടെ കൊടുക്കുന്നുണ്ട്. ഈ ഗ്രൂപ്പുകളും കാര്യങ്ങളും എന്ത് പ്രശ്നമാണ് ഉണ്ടാക്കണ എന്ന് പറയണമെങ്കിൽ ഇപ്പൊ എന്തായിരിക്കും ഇവര് വളർന്നു വരുമ്പോൾ ഉണ്ടാകുന്ന പ്രശ്നം എന്ന് വെച്ചാൽ മെയിൻലി വീട്ടുകാരുടെ ഫോട്ടോസ്, ഈ ഇൻസിഡൻസ്, ഈ അങ്ങനത്തെ അവരുടെ ഈ ഫോട്ടോസ്, വീഡിയോസ്, അങ്ങനത്തെ കാര്യങ്ങൾ മേടിക്കുക. ഈ പില്ലുകൾ യൂസ് ചെയ്ത് ആൾക്കാരെ കിടത്തി ഉറക്കി മയക്കിയിട്ടുള്ള പീഡനങ്ങളും കാര്യങ്ങളും നടക്കും. കേട്ടല്ലോ, ചിന്തിച്ച് നോക്കുക. നമ്മുടെ കുഞ്ഞുങ്ങൾ, നമുക്ക് വിശ്വാസമാണ് നമ്മൾ പറയുന്നത്, നമ്മുടെ കുഞ്ഞുങ്ങളായിരിക്കും ചിലപ്പോൾ നമ്മുടെ തിപ്പണി കാണിക്കുന്നത്. അവർ പെട്ടുപോകുന്നതാണ്. ഒന്നാമത് കുഞ്ഞുങ്ങളുടെ ഫോണും കാര്യങ്ങളും എടുത്ത് നമ്മൾ എപ്പോഴും നോക്കുക. അതിനകത്ത് ഇവർ ഏതൊക്കെ ആപ്പുകളാണ് ഉപയോഗിക്കുന്നത്, എന്നതിലൊക്കെ ഇവർ കയറുന്നുണ്ട് എന്ന് നമ്മൾ ഇടയ്ക്കെങ്കിലും നോക്കുക. നോക്കി കഴിയുമ്പോൾ കൊച്ചു കുട്ടികളാണ് കൂടുതൽ ഇതിലേക്ക് പെട്ടുപോകുന്നത്, സ്കൂൾ കുട്ടികളായിട്ടുള്ളവർ. ഇവർക്കറിയില്ല, ഇവർ കൂട്ടുകാർ കൂടി ഒരു അതിന് കയറി നോക്കുന്നതാണ് ഇതിനകത്തേക്ക്. നോക്കി കഴിയുമ്പോൾ അവർക്ക് തോന്നും അങ്ങോട്ട് ഇടിച്ചിട്ട് കൊടുത്തേക്കാം, അന്നേരം ഓരോർക്കും അവിടെ നിന്ന് ഇത്ര കിട്ടി, എന്നാൽ ഓക്കെ ഒന്നും കൂടെ ചെയ്തേക്കാം എന്നും പണ്ട്. പിന്നെ അവർ വീട്ടിലുള്ളവർ വീഡിയോസ് ആയിരിക്കും ഇവർ ചോദിക്കുന്നത്. ഇതുപോലെ ഒരുപാട് കാര്യമുണ്ട്. ഇപ്പം ഈ ഒരു വീഡിയോസിൻ്റെ കാര്യങ്ങൾ മാത്രമല്ല, നമ്മളൊരു പ്രശ്നം വരുമ്പോഴത്തേക്ക് നമ്മൾ ആദ്യം പിള്ളേരുടെ അടുത്ത് ചാടിക്കടിച്ച് നമ്മൾ സംസാരിക്കത്തുള്ളൂ. ഒരിക്കലും അങ്ങനെ ചെയ്യരുത്. നമ്മൾ അവരുടെ അടുത്തിരുന്ന് ആദ്യം ശാന്തമായിട്ട് നമ്മൾ അവരോട് സംസാരിക്കണം. മോൻ ഇത് എന്താണ് സംഭവിച്ചത്, ഇതിൽ ആരാണ് പറ്റിയത്, നിനക്ക് ഇത് എവിടെ നിന്നാണ് ഇങ്ങനെ പറ്റിയത്, എന്ത് വന്നാലും നിൻ്റെ കൂടെ ഞാനുണ്ട് എന്ന് പറഞ്ഞിട്ടാണ് കുഞ്ഞുങ്ങളുടെ അടുത്ത് സംസാരിക്കാനായിട്ട്. അപ്പോൾ ഇവർക്ക് പറയാനുള്ള കാര്യങ്ങൾ ഇവർക്ക് പറയാനൊരു ധൈര്യം വരും നമ്മുടെ അടുത്ത്. അതേസമയം നമ്മൾ ഇവരെ കാണുന്നത് നിന്നെ അങ്ങനെ ചെയ്യും, നിന്നെ ഇങ്ങനെ ചെയ്യും, നീ നാണം കെടുത്തിയില്ലേ, നിന്നെ ഞാൻ കൊല്ലും എന്ന് പറഞ്ഞൊരു 5-6 അടിയും കാര്യങ്ങളും ഒക്കെ കൊടുത്തു കഴിയുമ്പോഴത്തേക്കുണ്ടല്ലോ ഈ പിള്ളേർക്ക് പറയാനുള്ളത് കൂടെ പിന്നെ നമ്മുടെ അടുത്ത് പറയത്തില്ല. സത്യങ്ങൾ ഒരിക്കലും നമ്മൾ അറിയത്തില്ല. ചിലപ്പോൾ 2-3 ദിവസം അല്ല ഒരാഴ്ച എടുക്കും നമുക്ക് ഇവരുടെ വായിന്ന് ഈ സത്യങ്ങൾ അറിയാനായിട്ട്. അതുവരെ നമ്മൾ ക്ഷമയോടുകൂടി ഇവരെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊടുത്ത് മോനെ അത് അങ്ങനെയാണ് ഇങ്ങനെയാണെന്നൊക്കെ പറഞ്ഞു വന്നാലേ ഇവർ പറയുള്ളൂ. അങ്ങനെ കുറേ കാര്യങ്ങളുണ്ട്. നമ്മൾ പേരൻസ് ശരിക്കും ശ്രദ്ധിക്കേണ്ട ഒരു കാര്യമാണ്. പെൺകുട്ടികളാണെങ്കിലും ആൺകുട്ടികളാണെങ്കിലും ഇവർ എന്നതാണ് ചെയ്യുന്നതെന്നാണ് നമ്മൾ നോക്കേണ്ടത്. ഇവർ ഈ ഫോൺ കൊണ്ട് ഒരു പരിധിക്കപ്പുറം ഇവർ ഫോൺ ഉപയോഗിക്കുന്നു തോന്നിക്കഴിഞ്ഞാൽ എപ്പോഴും നമ്മുടെ ശ്രദ്ധ ഇവരുടെ അടുത്ത് വേണം. ഇവർ പോലും അറിയാൻ നമ്മൾ ഇവരെ വാച്ച് ചെയ്തുകൊണ്ടിരിക്കണം. എന്നാൽ ഇവർക്ക് തോന്നുകയും ചെയ്യരുത്, നമ്മൾ ഇവരുടെ പുറകെ ഒന്ന് തോന്നുകയും ചെയ്ത്. ഞാൻ ശ്രദ്ധിക്കാറുണ്ട് കേട്ടോ. എൻ്റെ മക്കൾ ഒരു ഫോൺ കൊണ്ട് എവിടെയെങ്കിലും നിന്ന് സംസാരിച്ചാൽ ഞാൻ TV കണ്ടുകൊണ്ടിരിക്കുവാണെങ്കിൽ പോലും ആ TV കാണുന്നതിലല്ല എൻ്റെ ശ്രദ്ധ, എൻ്റെ ചെവി ഇവരുടെ അടുത്തായിരിക്കും. ഇവരെ പറഞ്ഞ കാര്യങ്ങൾ ഇവർ ഫോൺ വെച്ച് കഴിയുമ്പോൾ ഞാൻ ചോദിക്കും, അതെന്നാണ് നീ പറഞ്ഞത്, എവിടെയാണ് പോകുന്ന കാര്യം പറഞ്ഞത്, അല്ലെങ്കിൽ ആരാണ് വിളിച്ചത്, എന്നതാണ് ഇതിപ്പോൾ സംസാരിച്ചത്, ഇതന്നെ ഇന്ന കാര്യമല്ലേ എന്നൊരു ഊഹം വെച്ചാണെങ്കിലും ഞാൻ ചോദിച്ചിരിക്കും. അപ്പോഴേ ഇവർക്കറിയാം ഇവർ സംസാരിക്കുമ്പോഴത്തേക്ക് ഞാൻ ശ്രദ്ധിക്കുന്നുണ്ടെന്നറിയാം. പക്ഷേ അവർ ഈ വീട് വിട്ട് വെളിയിലോട്ട് ഇറങ്ങിയപ്പോൾ സംസാരിക്കത്തില്ല. എന്നാലും അവർ ഈ വീട്ടിൽ തന്നെ ഇരുന്ന് സംസാരിക്കത്തേ ഉള്ളൂ, പുറത്തോട്ട് പോകത്തില്ല. നമ്മൾ അത് കുഞ്ഞുങ്ങളെ നമ്മൾ പറഞ്ഞ് മനസ്സിലാക്കി കൊണ്ടുവന്നാലേ പറ്റുള്ളൂ. ഇനി വരുന്ന തലമുറയെ നമുക്ക് ഇതിൽ നിന്നൊരു ഇച്ചിരിയെങ്കിലും രക്ഷിക്കാൻ പറ്റണമെന്നുണ്ടെങ്കിൽ ഇതൊക്കെ പറ്റുള്ളൂ. പിന്നെ ഈ സബ് ചെയ്ത് കിടന്ന് കാണിക്കുന്ന പല പെണ്ണുങ്ങളും ചിന്തിക്കുക, നാളെ നിങ്ങൾ ഏങ്ങലടിച്ച് കരയേണ്ട ഒരു ദിവസം വരാൻ പോകുന്നതേ ഉള്ളൂ. പണം നിങ്ങളുണ്ടാക്കും, ഇഷ്ടം പോലെ നിങ്ങളുണ്ടാക്കും. പക്ഷേങ്കിൽ കുറേ കഴിയുമ്പോഴത്തേക്ക് ഈ പണം ഉണ്ടാക്കിയ നാണക്കേട് എങ്ങനെയാണെന്നും കൂടെ മക്കളും കൊച്ചുമക്കളും ഒക്കെ അറിയുമ്പോഴത്തേക്കുണ്ടല്ലോ, അന്നേരം നിങ്ങൾ ഓർക്കും ഈ നിപ്പിലങ്ങ് ഭൂമി ഒന്ന് പിളർന്നിരുന്നെങ്കിൽ എനിക്കങ്ങ് താഴോട്ട് പോകാമായിരുന്നല്ലോ എന്ന് ഓർക്കും. ആ ഒരു അവസ്ഥ നിങ്ങൾക്ക് വരും. നമുക്ക് അധികം ഇല്ലേലും ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിച്ച് പോകാമെങ്കിലുണ്ടല്ലോ, എല്ലാവരും ഈ ആർഭാട ജീവിതത്തിന് പോകുമ്പോഴാണ് നിങ്ങൾക്ക് തികയാതെ വരുന്ന പൈസ. നിങ്ങൾ ആർഭാട ജീവിതത്തിന് പോകുമ്പോൾ മാത്രമാണ് നിങ്ങൾക്ക് പൈസ തികയാതെ വരുന്നത്. നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്ക്. നമ്മൾ ഉള്ളത് കൊണ്ട് നമ്മൾ ജീവിക്കാം, നമുക്കതനുസരിച്ച് മുന്നോട്ട് പോകാം എന്ന് ചിന്തിച്ചാൽ നമുക്ക് അങ്ങനെയും ജീവിക്കാൻ പറ്റും. പക്ഷേ അതല്ല, അതിനപ്പുറം ഒരു വാടക വീടാണെങ്കിലും എടുക്കുന്നതാണെങ്കിൽ പോലും ഭയങ്കര മണിമാളിക എടുക്കാം. അവനവൻ്റെ സ്വന്തമല്ല, വല്ലവരും പണിതിട്ടിരിക്കുന്ന വീടാണ്. നമ്മളെ കൊണ്ട് താങ്ങുന്ന വാടക ആയിരിക്കത്തില്ലായിരിക്കും അതിന് ചിലപ്പോൾ ഉള്ളത്. എന്നാലും പൊങ്ങച്ചം കാണിക്കാൻ വേണ്ടി ചെയ്യും. ഇങ്ങനെ ചെയ്ത് കഴിയുമ്പോഴത്തേക്ക് ഇതിനൊക്കെ കൊടുക്കാൻ പൈസ ഇല്ലാതെ വരുമ്പോഴത്തേക്ക് എന്നതും ചെയ്യാന്നുള്ളൊരു ധൈര്യത്തിലോട്ട് അങ്ങ് ഇറങ്ങിത്തിരിക്കും. അതാണ് സംഭവിക്കുന്നത് കൂടുതലും. ഞാനിപ്പോഴും ഓർക്കുന്നു, ഈ സബ് ചെയ്യുന്നൊരു ആൾ പറഞ്ഞിട്ടുണ്ട്, നിങ്ങൾ ഓർക്കും ഞാൻ ഇന്നത്തിന് ഇങ്ങനെ ചെയ്യുന്നതെന്ന് ഓർക്കും. ഞാൻ എടുത്തേക്കുന്ന വീടിൻ്റെ വാടക നിങ്ങൾക്ക് എത്രയാണെന്നറിയാമോ? അതിൽ കുറച്ച് വാടകയ്ക്ക് വീട് കിട്ടത്തില്ലേ? അതിൽ കുറച്ച് വീട് വാടകയ്ക്ക് കിട്ടും. പക്ഷെ അങ്ങനെ ജീവിക്കാനായിട്ട് പറ്റത്തില്ല. മറ്റുള്ളവരുടെ മുന്നിൽ പൊങ്ങച്ചം കാണിച്ച് ജീവിക്കണം. അതിന് ഇത്ര രൂപയാണ് വാടകയാകുന്നത്, ആ വാടക ഞാൻ കൊടുക്കണം. പിന്നെ കൊച്ചുങ്ങളുടെ സ്കൂൾ ഫീസ്, സാധാരണ ഒരു സ്കൂളിൽ പഠിച്ചാലും കുഞ്ഞുങ്ങൾ പഠിക്കും. ഭയങ്കര ഹൈ ആയിട്ടുള്ള സ്കൂളിലോട്ട് കൊണ്ടുപോയി 1 ലക്ഷം ഡൊണേഷൻ കൊടുത്തും 50,000 ഡൊണേഷൻ കൊടുത്തും ഒക്കെ പഠിപ്പിക്കണമെന്ന് വിചാരിക്കുന്നിടത്ത് പിന്നെ ഇങ്ങനെയൊക്കെ മനുഷ്യർ കാണിക്കുന്നതെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. അങ്ങനെ ഒരു ചിന്താഗതിക്കല്ലാതെ നമ്മൾ സാധാരണ രീതിക്ക് നമ്മുടെ കൊക്കിലൊതുങ്ങുന്നതേ കൊത്താവുള്ളെന്ന് പണ്ടുള്ളവർ പറഞ്ഞത്, നമ്മുടെ ജീവിത സാഹചര്യം നമ്മൾ തന്നെ നോക്കിയാൽ അത് നമുക്ക് കൊണ്ടുപോകാൻ പറ്റും. ഒരു ആർഭാടം ഇല്ലാതെ നമ്മൾ ആർഭാടം ഇല്ലാതെന്നല്ല പറയുന്നത്, നമ്മൾ ജീവിക്കണം. നമ്മുടെ ആവശ്യങ്ങൾക്ക് പൈസ ചിലവാക്കണം. അതല്ല മറ്റുള്ളവരെ കാണിക്കാൻ വേണ്ടി, കോലം കെട്ടാൻ വേണ്ടി കിടന്ന് കാണിച്ച് നമ്മൾ നിൽക്കുന്നത് നിൽക്കുകയില്ല. നമ്മൾ ആ ഉദ്ദേശിക്കുന്നത് കാര്യങ്ങൾ നിൽക്കില്ല, അത് പരിധി വിട്ട് പോവുക തന്നെ ചെയ്യും. പിന്നീട് എന്നിട്ട് ചിന്തിച്ചേച്ച് ഒത്തിരി എണ്ണങ്ങളുണ്ട്, ഒത്തിരി. ഞാൻ ഈ സബിനെ പറ്റി ഒരുപാട് തവണ ഞാൻ വീഡിയോ ചെയ്തതാണ്. പലരും വന്നേച്ച് ചോദിച്ചിട്ടുണ്ട്, ഈ സബ് ചെയ്യുന്ന വീഡിയോസ്, എൻ്റെ ഈ വീഡിയോസ് എടുത്ത് വേറെ ചിലർ റിയാക്ട് ചെയ്തിട്ടുണ്ട്. നിനക്കെന്നാ കാര്യം, നിനക്ക് ചെയ്യാൻ പറ്റാത്തതുകൊണ്ടാണോ നീ ഇത് വീഡിയോ ചെയ്യുന്നതെന്ന് ചോദിച്ച് റിയാക്ട് ചെയ്തിട്ടുണ്ട്.
ഈ ഒരു പെണ്ണ് തുണി പറിക്കുക എന്ന് പറയുന്നത് അത്ര വലിയ ബുദ്ധിമുട്ടുള്ള കാര്യമൊന്നും അല്ലത്. പറയച്ചിൽ കേട്ടാൽ തോന്നും എന്നിട്ട് വലിയ കാര്യം ഇവർ ചെയ്യുന്നതെന്ന്. അങ്ങനെ ചെയ്യാതെ ജീവിക്കാൻ മനുഷ്യന് അഭിമാനം മാത്രം ഉണ്ടായാൽ മതി. അഭിമാനമില്ലാത്ത ഏതിനും ഈ പണിക്ക് ഇറങ്ങി തിരിക്കാൻ പറ്റും. മനുഷ്യന് അഭിമാനവും ഇച്ചിരി ബോധം ഉണ്ടായാൽ മാത്രം മതി ഈ ഒരു പണിക്ക് ഇറങ്ങണ്ടെന്ന് ചിന്തിക്കാനായിട്ട്. ഏത് സാധാരണ മനുഷ്യർ കൂലിപ്പണിക്ക് പോകാൻ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. കാര്യം വേർക്കുമേ. അല്ലെങ്കിൽ ഒരു വീട്ടു ജോലിക്ക് പോയാലും വേർക്കും. വേറെ വിദ്യാഭ്യാസത്തിനനുസരിച്ചൊരു ജോലിക്ക് പോയാലും അത് ജോലിയായിട്ട് ചെയ്യേണ്ടി വരും. അപ്പോൾ ഇച്ചിരി ബുദ്ധിമുട്ടാണ്. ഇതാകുമ്പോൾ ഒരുങ്ങി കെട്ടി കുറേ വൾഗറായിട്ടുള്ള ഡ്രസ്സ് വിട്ട് വീടിയുടെ ഒരു ഫോൺ എടുത്ത് വെച്ച് അതിന് മുന്നോട്ട് വന്നിരുന്നാൽ മതി, ഉണ്ടാക്കാം. പക്ഷേ ഇതിന് വരുന്ന പ്രശ്നങ്ങൾ എന്നാലും ആരും ചിന്തിക്കുന്നില്ല. ഈ വേദലക്ഷ്മി ഒരുപാട് കാര്യങ്ങൾ ഇങ്ങനെ പറഞ്ഞിട്ടുണ്ട്. ഒരുപാട് കാര്യങ്ങൾ, ഒത്തിരി കാര്യങ്ങൾ അവരുടെ ഐഡിയ കയറി നോക്കിയാൽ നമുക്കറിയാം. അവർ ഇൻസ്റ്റയിൽ ഒരുപാട് കാര്യങ്ങൾ പോസ്റ്റ് ചെയ്യുന്നുണ്ട്. യൂട്യൂബിൽ അവരുടെ ഇൻ്റർവ്യൂ കിടപ്പുണ്ട്. അതൊക്കെ നിങ്ങൾ എടുത്തൊന്ന് കണ്ടു നോക്കുക. അവർ ഓരോ കാര്യങ്ങൾ വ്യക്തമായിട്ടാണ് അവർ പറഞ്ഞു തരുന്നത്. ഇത്രയൊക്കെ കുറച്ച് മനുഷ്യർ ഇറങ്ങി തിരിക്കുമ്പം നിങ്ങൾ ഈ കമൻറ്റ് ഇടുന്നവരൊന്ന് ചിന്തിക്കുക. ചിലർ ഇതൊക്കെ പറഞ്ഞപ്പോഴത്തേക്ക് ലൈക്ക് പോലും ചെയ്യാൻ ചിലർക്ക് ബുദ്ധിമുട്ടാണ്. കാര്യം എന്നാന്ന് ചോദിച്ചാൽ ഇവർക്ക് ഏതാണ്ട് നഷ്ടം വരുന്ന രീതിയാണ് ഈ ഒരു കാര്യം ഇങ്ങനെ ഇതിലേക്ക് പോയാൽ വേറൊരാൾ അറിയണ്ട എന്നുള്ളൊരു മൈൻഡാണ് ചിലർ കാണിക്കുന്നത്. എന്നതാണേലും ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കും ഉണ്ടല്ലോ ഇത്രയിലൊന്ന് റിയാക്ട് ചെയ്യണമെന്ന് ഓർത്തു. എന്നാലും നമ്മൾ ഓരോ ദിവസം ഓരോ കാര്യങ്ങളെടുത്ത് ഓരോരുത്തരെ പറ്റി നമ്മൾ പറയാറുണ്ട്. ഓരോന്നും ചില സെലിബ്രിറ്റികളുടെ വീഡിയോസ് മാത്രമായിട്ട് എടുത്ത് വെച്ച് നമ്മൾ റിയാക്ട് ചെയ്തുകൊണ്ടിരുന്നതെന്ന് വെച്ചാൽ അതിലേക്ക് പോകുന്ന ഒരുപാട് കുഞ്ഞുങ്ങളുണ്ടായിരുന്നു. എല്ലാവരും ചോദിക്കാറുണ്ട് നിങ്ങൾക്ക് ഇവരുടെ പുറകെ നടക്കാനേ നേരമുള്ളൂ എന്ന് ചോദിക്കാറുണ്ട്. പക്ഷേ നമുക്ക് അറിഞ്ഞും കണ്ടും കേട്ടും ഒരുപാട് കാര്യങ്ങൾ അറിയാം. അവരിങ്ങനെ പറഞ്ഞിട്ട് അവരുടെ ഇതിൽ പോയിട്ട് അതിൽ നിന്ന് അടുത്ത ഇതിലേക്ക് പോയ പല കുട്ടികളെ അറിയാം. സ്കൂൾ പഠിക്കുന്ന കുഞ്ഞുങ്ങളാണ് അങ്ങനെ കാണിച്ചേക്കുന്നത്. അല്ലാതെ വലിയ മുതിർന്നവരോ ഭാര്യ മരിച്ച് നിൽക്കുന്നവനോ അല്ലെങ്കിൽ ഗൾഫിൽ കിടക്കുന്നവനോ അല്ലെങ്കിൽ അങ്ങനെയുള്ള ഈ പ്രായം ചെന്നവരൊന്നും അല്ലിരുന്നത് കണ്ടുകൊണ്ടിരുന്നത്. കൊച്ചു പിള്ളേർ അവർക്ക് ഇത് എന്നതാണെന്ന് അറിയാൻ വേണ്ടി ഇവർ അതിനകത്തേക്ക് അപ്പൻ്റെ അമ്മയുടെയോ അല്ലെങ്കിൽ ഫോണിൽ നിന്ന് അതിലേക്ക് പെയ്ഡ് ചെയ്യുക. പിറ്റേ മാസം ഓട്ടോമാറ്റിക്കായിട്ട് അവർക്ക് പെയ്ഡ് അങ്ങ് പൊക്കോളും. നമ്മൾ ചെയ്യണ്ട. പിള്ളേർ വിചാരിക്കുന്നതെന്നറിയോ, ഈ ഒരു പ്രാവശ്യം പെയ്ഡ് ചെയ്തു അച്ഛനും അമ്മയും അറിയത്തില്ല, അടുത്ത പ്രാവശ്യം നമ്മൾ ചെയ്യുന്നില്ലല്ലോ പെയ്ഡ് എന്ന് പറയും. ഇവർ 1-2 വീഡിയോസ് ഇതിനകത്ത് കയറി കണ്ടേച്ച് ഇവർ പേടിച്ചിങ്ങി ഇറങ്ങും. ഇറങ്ങി കഴിയുമ്പോഴത്തേക്ക് പിന്നെ മാസം അപ്പൻ്റെ അമ്മയുടെ കയ്യിൽ ഇങ്ങനെ പൈസ പൊയ്ക്കൊണ്ടിരിക്കുമ്പോഴാണ് ഇത് എവിടെയാണ് ഈ പൈസ പോകുന്നതെന്ന് നോക്കുമ്പോഴാണ് അറിയുന്നത് ഇന്നിടത്തേക്കാണ് ഇത് പൊയ്ക്കൊണ്ടിരുന്നത്. അത് നിങ്ങൾ പറ, നല്ല കാര്യമാണോ ചെയ്യുന്നത്? പലരും വന്നേച്ച് നിങ്ങൾ ലൈവിൽ വാ അല്ലെങ്കിൽ നിങ്ങൾ സബ് എടുക്കുക അതിനകത്തൊരു പൊളിയാണ് ഇതൊക്കെ പറയുമ്പോൾ നിങ്ങൾ ആരെങ്കിലും ചിന്തിച്ചിട്ടുണ്ടോ എത്രയോ കുഞ്ഞുങ്ങൾ ഇതിനകത്ത് കയറി കാണുന്നുണ്ടെന്നുള്ളത്? മറ്റുള്ളവരുടെ വീട്ടിൽ അവരുടെ അപ്പനും അമ്മയും കഷ്ടപ്പെട്ടുണ്ടാക്കുന്ന പൈസ ആയിരിക്കും കുഞ്ഞുങ്ങൾ. ഇത് ഒരു കണ്ണുനീരല്ലേ അത്? ചിലർ പറയും കള്ളിഷാപ്പിൽ കൊണ്ട് കൊടുക്കുന്ന പൈസ വീട്ടിലിരിക്കുന്ന സ്ത്രീകളുടെ കണ്ണുനീരാണ്. കാര്യം ആ വീട്ടിൽ ചിലവിനുണ്ടാക്കി കൊടുക്കേണ്ട പൈസയാണ് ഇതിലേക്ക് പോകുന്നതെന്ന് പറയും. അതുപോലെ തന്നെയാണ് ഈ സബിലേക്ക് പൈസ പോകുന്നത് ആണുങ്ങളുടെ കയ്യിൽ നിന്ന്. ഏക്കൽ ഈ സബിനകത്ത് കയറി പെണ്ണുങ്ങൾ കയറിയെന്ന് കാണാനിരിക്കുമെന്ന് എനിക്ക് തോന്നുന്നില്ല. അല്ലെ പിന്നെ അത്രയ്ക്ക് സൈക്കോകളായിരിക്കണം. കാര്യം ഒരു പെണ്ണ് തുണി ഊരുന്നത് കാണാനായിട്ട് കയറി ഇരിക്കുന്നുണ്ടെങ്കിൽ അത്രയ്ക്ക് സൈക്കോളായിരിക്കണം അവർ. അല്ലെങ്കിൽ പെണ്ണിൻ്റെ ഐഡിയിൽ കയറി ഇരിക്കുന്നതായിരിക്കും ആണുങ്ങൾ. എന്നിട്ട് അതിനകത്തുനിന്ന് വീഡിയോസും കാര്യങ്ങളൊക്കെ പുറത്ത് പോയി കഴിയുമ്പോഴത്തേക്ക് പിന്നെ അതിന് കിടന്ന് ബഹളമാണ്. നിനക്കൊക്കെ ഇങ്ങനെ ചെയ്യാൻ നാണമുണ്ടോ, അങ്ങനെ ചെയ്യാൻ നാണമുണ്ടോ? അല്ലെങ്കിൽ ഇപ്പോൾ ഏതെങ്കിലും ഒരു ചാനൽ ഇങ്ങനെ കാണിക്കുന്നതിനൊന്ന് റിയാക്ട് ചെയ്താൽ നിനക്ക് എന്നാ കാര്യം? അവരതിനകത്തല്ലേ കാണിക്കുന്നത്. നീ എന്തിനാണ് അത് എടുക്കാൻ പോകുന്നത്? നീ എന്തിനാണ് ഇത് പുറത്തേക്ക് കൊണ്ടുവരുന്നത്? നിങ്ങളിത് വീണ്ടും ഓഡിയൻസിന് മുന്നിലേക്ക് കൊണ്ടുവന്ന് അവരെ വീണ്ടും ഇത് കാണിക്കുന്ന എന്നത്തിന് എന്നൊക്കെ ചോദിച്ചാണ് അവർ റിയാക്ട് ചെയ്യുന്നത്. അന്നേരം ഇത് കാണിക്കുന്നവർക്കല്ല പ്രശ്നം, ഇത് റിയാക്ട് ചെയ്യുന്നവർക്കാണ് പ്രശ്നം. അങ്ങനെയാണ് കുറച്ച് ആൾക്കാർ കാണിക്കുന്നത്. എന്നാണെങ്കിൽ ഈ ഒരു വീഡിയോ കണ്ടപ്പോഴത്തേക്കുണ്ടല്ലോ കുറച്ച് പേരെങ്കിലും ഇങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ അറിയണമെന്ന് തോന്നി. നമ്മുടെ കുട്ടികളുടെ ഫോണോ അല്ലെങ്കിൽ അവരുടെ ബാഗോ കാര്യങ്ങളോ ഒക്കെ നമ്മളൊന്ന് ശ്രദ്ധിക്കുക. ഇതുങ്ങളൊക്കെ പെട്ടുപോകുന്നതാണ് ചില സമയത്ത് ഇങ്ങനെയുള്ള കാര്യത്തിലൊക്കെ. അവർക്ക് അറിഞ്ഞുകൊണ്ട് പെടുന്ന ആയിരിക്കും. നമ്മുടെ മക്കളാണ്, നമുക്ക് അവരെ വിശ്വാസമുണ്ട് നമ്മുടെ കുഞ്ഞുങ്ങൾ അങ്ങനെ ചെയ്യരുത്. എന്നാലും നമ്മളൊന്ന് നോക്കുക. കാര്യം എന്താണെന്ന് ചോദിച്ചാൽ നമ്മുടെ കുഞ്ഞുങ്ങൾ ചെന്ന് പെട്ടുപോകുന്ന ചില സിറ്റുവേഷൻ കാണും. അതുകൊണ്ടാണ് പറയുന്നത് നമ്മുടെ വിശ്വാസം നമ്മുടെ കുഞ്ഞുങ്ങളെ നമുക്കുണ്ട്. ആ കുഞ്ഞുങ്ങൾ നമ്മുടെ അടുത്ത് ആ ഒരു വിശ്വാസത്തോടെ നിൽക്കും. ചില സാഹചര്യത്തിൽ കുഞ്ഞുങ്ങൾ പെട്ടുപോകുന്നതാണ്. പെട്ടുപോയി കഴിഞ്ഞ വെച്ചാൽ അതുങ്ങൾക്ക് അതിൽ നിന്ന് ഇറങ്ങി വരാനും പറ്റത്തില്ല, വീട്ടിലുള്ളവരോട് പറയാനും പറ്റത്തില്ല. ഭയമാണ് ഈ കുഞ്ഞുങ്ങൾക്ക്. കാര്യം ഇവരൊക്കെ അങ്ങനെയാണ് ഭീഷണിപ്പെടുത്തുന്നത്, കൊന്നുകളയും, അങ്ങനെ ചെയ്യും. ഇതിൽ നിന്ന് വീഡിയോ എടുത്ത് വെച്ച് ആ വീഡിയോ എടുത്ത് പുറത്തറിയിക്കും അല്ലെങ്കിൽ ഇന്ന പോലെ കാണിക്കും എന്നും പറഞ്ഞ് ഭീഷണിപ്പെടുത്തി അവരെ മോശമായ രീതിക്ക് കൊണ്ടുവരാൻ ഇവരെ കൊണ്ട് പറ്റുന്നുണ്ടെങ്കിൽ ഒരു കുഞ്ഞു കൊച്ചിനെ അല്ലെങ്കിൽ ഒരു സ്കൂളിൽ പഠിക്കുന്ന ഒരു കുട്ടിയെ പേടിപ്പിക്കാൻ ഇവർക്ക് ബുദ്ധിമുട്ടൊന്നും ഉണ്ടാകുകയില്ല. നിങ്ങൾ കമൻറ്റ് ഇടുന്നവർ ശ്രദ്ധിക്കുക. ഏത് കാര്യത്തിലും നമ്മൾ ഒരു കാര്യം കാണുമ്പം അത് വിമർശിക്കാം. നമുക്ക് നിങ്ങൾക്ക് തെറി പറയാതെ വിമർശിച്ച് നിങ്ങൾ പോവുക. അങ്ങനെ വിമർശിക്കുന്നവരുണ്ട്. അത് നമുക്ക് കാണുമ്പോൾ അത് ജെനുവിനായിട്ടാണ് അവർ വിമർശിച്ച് പോകുന്നതെന്ന് നമുക്കറിയാം. പക്ഷേ വരുന്നത് ഈ ആയും പൂവും ആയും തായും ഒക്കെ വിളിക്കുന്നവരെ കാണുമ്പോഴേ അറിയാം ഇത് ഏതോ ഗ്രൂപ്പായിട്ട് വരുന്നതെന്ന് അന്നേരം നമുക്കറിയാൻ പറ്റും. എന്നതാണേലും നമ്മളെ കൊണ്ട് പറ്റുന്ന കുറച്ച് കാര്യങ്ങളെങ്കിലും നമ്മുടെ സമൂഹത്തിന് വേണ്ടി നമ്മൾ ചെയ്യുക. ഇപ്പം ഞാൻ ഇത് ഇട്ടതുകൊണ്ട് ഈ ലോകം മൊത്തം നന്മകളാകുന്നൊന്നും എനിക്ക് വിശ്വാസമൊന്നുമില്ല. ഒരാൾക്കെങ്കിലും ഞാൻ ഈ പറയുന്ന കാര്യം ഒന്ന് മനസ്സിലായാൽ അവർ ആ ഒരു ഇതിന് തിരിച്ച് വരാൻ അവർക്ക് മനസ്സിലാകും. ഒന്നും വേണ്ട, നമ്മൾ ഇവരുടെ ആ ഒരു കൃഷ്ണകുമാറിൻ്റെ മകള്
ആ കൊച്ചിനെ എല്ലാവരും എടുത്ത് റിയാക്ട് ചെയ്തപ്പോൾ അതിന് മനസ്സിലായി അത് കാണിച്ച തെറ്റാന്നുള്ളത് അതിന് മനസ്സിലായി. അതുകൊണ്ടാണല്ലോ അത് വന്ന് ക്ഷമ പറയാൻ തയ്യാറായത്. ഇതുപോലെ എത്ര പേർക്ക് പറ്റും? ഈ സബ് ചെയ്യുന്നവർക്ക് എത്ര പേർക്ക് പറ്റും ഞാൻ കാണിച്ചത് തെറ്റാണ്, ഞാൻ ഇനി ഇത് ആവർത്തിക്കുകയില്ല, ഞാൻ ഇങ്ങനെ പൈസ ഇനി ഉണ്ടാക്കുകയില്ല എന്ന് പറയാനായിട്ട്? ആരും മെനക്കെടത്തില്ല. അവർക്ക് വരുന്ന അവരുടെ പൈസയാണ് അവർക്ക് വലുത്. പിന്നീടുള്ള കാര്യത്തെപ്പറ്റി അവർ ചിന്തിക്കുന്നില്ല. ചിന്തിക്കുന്ന ഒരു സമയം വരും. ഈ പ്രായവും കടന്നു പോകും, അത്രയേ ഉള്ളൂ. മറ്റൊരു വീഡിയോയിലൂടെ മറ്റു കാര്യങ്ങളൊക്കെ ആയിട്ട് നമുക്ക് കാണാവുന്നേ.